നല്ല സന്ധ്യയ്ക്കായിട്ട് ദൈവത്തെ സ്തുതിക്കുന്നു. ഈ സഭയുടെ ശുശ്രൂഷ ചെയ്യുന്ന ബഹുമാന്യ കർത്തദാസൻ മോൻസി പാസ്റ്റർ കുടുംബം, കർത്താവിൻ്റെ വിലയേറിയദാസൻ സജി മുട്ടം അവർകൾ കുടുംബം, പ്രാർത്ഥനയിൽ സഹായിച്ച ആമേൻ ജേസുവിന്, അതുപോലെ തന്നെ മറ്റ് ആദരണീയരായ കർത്തദാസന്മാർ, ഈ സ്ഥലം സഭയിൽ ദൈവത്തെ ആരാധിക്കുന്ന ബഹുമാന്യരായ ദൈവമക്കൾ, ലോകത്തിൻ്റെ വിവിധ ഇടങ്ങളിലിരുന്ന് ഈ രാത്രിയിലെ ശുശ്രൂഷയിൽ സംബന്ധിക്കുന്ന ഓൺലൈനായിട്ട് കൂടുന്ന പ്രിയപ്പെട്ടവർ, ഇതിന് ശേഷമായിട്ട് ആരെങ്കിലും ഇത് കാണുകയോ കേൾക്കുകയോ ചെയ്യുന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള പ്രിയപ്പെട്ടവർ ഏവർക്കും യേശുക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ ഈ സന്ധ്യയിൽ വന്ദനം ചൊല്ലുന്നു. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. കഴിഞ്ഞ പകല് ശാന്തമായിട്ട് തിരുവചനം ധ്യാനിപ്പാൻ ദൈവം നമുക്ക് കൃപ നൽകി. ഈ സന്ധ്യയിലും ഔവണ്ണം ദൈവവചനം ധ്യാനിപ്പാൻ ദൈവം നമുക്ക് സാവകാശം നൽകട്ടെ. തിരുവചന ചിന്തയ്ക്ക് അടിസ്ഥാനമായിട്ട് വായിച്ച വാക്യം ആമേൻ പിന്നെയും നമുക്ക് ഓർമ്മയുള്ള വാക്യമാണ്. ആഭിചാരം യാക്കോബിന് പറ്റുകയില്ല. അതിൻ്റെ കാരണങ്ങളാണ് നാം ചിന്തിച്ച് വരുന്നത്. തുടർന്നുള്ള സമയം ദൈവകൃപയിൽ ശരണപ്പെട്ട് തിരുവചനം നമുക്ക് ചിന്തിക്കാം. വെളിയിൽ മഴയുള്ളത് കൊണ്ട് അതിൻ്റെതായ ഒരല്പം പ്രയാസമുണ്ട്. മഴ അത്യാവശ്യമാണ്. വിശേഷിച്ച് ഈ ദേശങ്ങളിലെല്ലാം മഴ അത്യാവശ്യമാണ്. വെള്ളമില്ലാതെ അനേകർ ഭാരപ്പെടുന്നു. അപ്പോൾ എത്രയും പെട്ടെന്ന് കിണറ്റുകളിലൊക്കെ വെള്ളം ഉണ്ടാകട്ടെ. മഴ പെയ്ത് അന്തരീക്ഷമൊക്കെ ഒന്ന് തണുക്കട്ടെ. എല്ലാവർക്കും അത് അനുഗ്രഹമായി അനുഗ്രഹമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ മഹത്വം. ഒരിക്കൽ കൂടി ആ തിരുവെഴുത്ത് വായിച്ച് സഹായിക്കണമെന്ന് അപേക്ഷിക്കുന്നു. ആഭിചാരം യാക്കോബിന് പറ്റുകയില്ല. കരമുയർത്തി ദൈവത്തിന് മഹത്വം കൊടുത്താട്ടെ. മുന്നേയിലും നാവന്നീ, മുന്നേയിലും നാവന്നീ, എന്നും മാറാതിരും നാമൻ നീ, മുന്നേയിലും നാവൻ നീ, എന്നും മാറാതിരും നാമൻ നീ, മുന്നേയിലും നാവൻ എന്നും മാറാതിരുന്നവൻ നീ, മുന്നേ ഇരുന്നവൻ, എന്നും മാറാതിരുന്നവൻ നീ, മുന്നേ ഇരുന്നവൻ നീ, എന്നും രക്ഷകനെ എനിക്കാനന്ദകാരണനെ, രക്ഷകനെ എനിക്കാനന്ദകാരണനെ, ഇന്നലെയും
ഇന്നും എന്നും അനന്യനെ വന്ദനം വന്ദനമേ. ഇന്നലെയും ഇന്നും എന്നും അനന്യനെ വന്ദനം വന്ദനമേ. സുന്ദര രക്ഷകനെ സുന്ദര രക്ഷകനെ സുന്ദര രക്ഷകനെ. ഷാരോണിലെ റോസ നീ ഷാരോണിലെ റോസ നീ എനിക്കാരോമൽ സ്നേഹിതൻ നീ. ഷാരോണിലെ റോസ നീ എനിക്കാരോമൽ സ്നേഹിതൻ നീ. എന്മേൽ വിരിച്ച സ്നേഹക്കോടി കീഴിൽ എന്നോമൻ വിശ്രാമ. ഓ എന്മേൽ വിരിച്ച സ്നേഹക്കോടി കീഴിൽ എന്നോമൻ വിശ്രാമമേ. സുന്ദര രക്ഷകനെ സുന്ദര രക്ഷകനെ എനിക്കാനന്ദകാരണനെ. സുന്ദര രക്ഷകൻ എനിക്കാനന്ദകാരണനെ. ഇന്നലെയും ഇന്നും എന്നും അനന്യനെ വന്ദനം വന്ദനം. ഇന്നലെയും ഇന്നും എന്നും അനന്യനെ വന്ദനം വന്ദനം. സുന്ദര രക്ഷകനെ സുന്ദര രക്ഷകനെ സുന്ദര രക്ഷകനെ. നമ്മുടെ കരമുയർത്തി ദൈവത്തിന് മഹത്വം കൊടുക്കാം. സംഖ്യാപുസ്തകം 23-ാം അധ്യായത്തിന്റെ 23-ാമത്തെ വാക്യത്തിന്റെ പ്രാരംഭ ഭാഗമാണ്. ആഭിചാരം യാക്കോബിന് പറ്റുകയില്ല. പശ്ചാത്തല ഭാഗവും ചരിത്രവുമൊക്കെ അല്പമായിട്ട് നമ്മൾ പകൽ ചിന്തിച്ചു. ആ ഭാഗത്തേക്ക് ഇനി പോകുന്നില്ല. ആഭിചാരം പറ്റാതിരിക്കാനുള്ള പ്രധാനപ്പെട്ട കാരണങ്ങൾ അതിൽ പ്രാരംഭമായി നാം ചിന്തിച്ചു. ഒന്ന്, ഇവര് മിസ്രയീം വിട്ടുപോന്ന ദൈവമക്കളാണ്. 22-ാമത്തെ വാക്യത്തിന്റെ പ്രാരംഭ ഭാഗം ഒന്നുകൂടെ വായിക്കാം. അല്ല, 22-ാം വാക്യം, 23-ന്റെ 22-ാമത്തെ വാക്യം. ദൈവം അവരെ മിസ്രയീമിൽ നിന്ന് കൊണ്ടുവരുന്നു എന്ന് പറഞ്ഞാൽ ആഭിചാരം പറ്റാത്തതിന്റെ പ്രധാനപ്പെട്ട കാരണം ഇവര് മിസ്രയീമിൽ നിന്ന് വിട്ടുപോകുന്ന ദൈവമക്കളാണ്. അപ്പോൾ മിസ്രയീമിൽ കിടക്കുന്നിടത്തോളം കാലം ആഭിചാരം പറ്റും. എന്നാൽ മിസ്രയീം വിട്ടുപോരുന്ന ദൈവമക്കൾക്ക് ആഭിചാരം പറ്റത്തില്ല. ഞാൻ ഇടയ്ക്ക് കയറി ഒന്നുകൂടെ ഓർപ്പിക്കാൻ, നമ്മള് മനസ്സുകൊണ്ട് മിസ്രയീം വിട്ടെങ്കിലും, ആ ശരീരം കൊണ്ട് മിസ്രയീം വിട്ടെങ്കിലും ഹൃദയം കൊണ്ടിപ്പോഴും മിസ്രയീമില്ല. വലിയ പള്ളിയും പരിസരവും പുരോഗത വൃന്ദങ്ങളെയും
കുടുംബശ്രേഷ്ഠതയും ആചാരങ്ങളും അനുഷ്ഠാനങ്ങളുമൊക്കെ വിട്ടെന്നും പറഞ്ഞാൽ നമ്മള് ഇതിനകത്ത് വന്നിങ്ങി പമ്മിയിരിക്കുന്നത്. ശരീരം കൊണ്ട് വിട്ടതേ ഉള്ളൂ, മനസ്സുകൊണ്ട് ഇപ്പോഴും അവിടെ തന്നെ. വിട്ടില്ലെന്ന് ഞാൻ കുറച്ച് കാര്യം പകല് പറഞ്ഞല്ലോ അല്ലേ? അപ്പൊ ശരീരം കൊണ്ട് മിശ്രയും വിട്ടെങ്കിലും ഹൃദയം കൊണ്ട് ഇപ്പോഴും മിശ്രയുമില്ല. ധാരാളം തെളിവുകളുണ്ട്. ഒരു വാക്യം വായിച്ചു, ഒരു വാക്യം. അപ്പോസ്തല പ്രവൃത്തി 7:38-39. അറിവുള്ള വാക്യമായെങ്കിലും വായിച്ചു. മുതൽ വായിച്ചു. സീനായി മലയിൽ തന്നോട് സംസാരിച്ച ദൂതനോടും. ആട്ടെ, മോൻസിപ്പാസ്റ്റെ, ഇനി ആരെങ്കിലും വരുമോ നമ്മുടെ യോഗത്തിന്? വരാൻ സാധ്യതയുണ്ടോ? ഇല്ല. അപ്പം മക്കൾ ഒരു കാര്യം ചെയ്ത് ഈ കസേരയിലോട്ടിരുന്നു. ഒരു അപാകതയാ. അപ്പം ഇന്ന് നിങ്ങൾക്ക് പ്രൊമോഷൻ തരിക. നിങ്ങൾ ഈ കസേരയിലോട്ടിരുന്നു. അവരിനെയും കയറിയിരിക്കുമെന്ന് എനിക്ക് വലിയ പ്രതീക്ഷയില്ല. കാരണം നമ്മുടെ ചില ആൾക്കാർ നേരത്തെ വന്നാൽ താമസിച്ച് പുറകിലേ ഇരിക്കുകയുള്ളു. അത് തമിഴ് സഹോദരൻ പറഞ്ഞതുപോലെ ശീലിച്ചു പോയി സാറേ, സെറിപ്പെടുകയല്ല. ഇവിടെ ഇരുന്നിട്ട് ശേഷമുള്ളവർ കുഞ്ഞു കുഞ്ഞുങ്ങൾ ഇവിടെ മോളെ അവിടോട്ടിരുന്ന കസേരയിലൊക്കെ ഇരുന്നു. ഇന്ന് നിങ്ങൾക്ക് സ്ഥാനക്കയറ്റം തരിക. രണ്ടുപേരാന്നോടി ഒരു കസേര ഇരിക്കുന്നത്. വഴക്കുണ്ടാക്കുവോ? അനിയത്തിയാന്നോ? ഇനി അങ്ങോട്ടും ഇങ്ങോട്ടും ഓടരുത് കേട്ടോ. കുറച്ച് നേരം കഴിയുമ്പം പ്രയാസപ്പെട്ട് ഇവിടെ വന്ന് അവിടെ ചെന്നിരിക്കണം. നേരത്തെ ഇരുന്നോണം. ഇങ്ങോട്ട് ഇന്നത്തേക്ക് അവിടെയൊക്കെ എങ്ങിരിക്കും മക്കളെ. ഇന്നത്തേക്ക് ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. ഇപ്പൊ ഒരു എല്ലാത്തിനും ഒരു എന്തുവാ നിങ്ങൾ രണ്ടും കൂടെ പറഞ്ഞു? ഓരോരോ വിഷയങ്ങളാ. ആട്ടെ, പുറത്ത് മഴ പെയ്യുന്നുണ്ട്. ശക്തമായിട്ട് മഴ പെയ്യട്ടെ. സ്തോത്രം. മറ്റ് കുഴപ്പമൊന്നുമില്ലാതെ നമുക്ക് സന്തോഷമായിട്ടും വളരെ നന്നായിട്ടിരുന്ന് ആരാധിപ്പാൻ ഇങ്ങനെ നല്ല ആലയവും പരിസരവും ദൈവം തന്നല്ലോ. അതിനായിട്ടും ദൈവത്തിന് മഹത്വം. അപ്പൊ ശരിക്ക് ശ്രദ്ധിക്കുക, ശരീരം കൊണ്ട് ഇവര് മിശ്രയും വിട്ടെങ്കിലും ഹൃദയം കൊണ്ട് ഇപ്പോഴും മിശ്രയുമില്ല. ഒന്നുകൂടെ വാക്യം വായിച്ചു. അമ്മാമ വായിരും. അമ്മാമയ്ക്കാന്നല്ലോ ഇപ്പോ ഉള്ളത് ശബ്ദം കൂടുതൽ. വായിരും. സീനായി മലയിൽ തന്നോട് സംസാരിച്ച ദൂതനോടും നമ്മുടെ പിതാക്കന്മാരോടും കൂടെ മരുഭൂമിയിലെ സഭയിൽ ഇരുന്നവനും നമുക്ക് തരുവാൻ ജീവനുള്ള ഇരടപ്പാട് ലഭിച്ചവനും അവൻ തന്നെ. അടുത്ത വാക്യം ശ്രദ്ധിച്ചേ. നമ്മുടെ പിതാക്കന്മാർ അവന് കീഴ്പ്പെടുവാൻ മനസ്സില്ലാതെ അവനെ തള്ളിക്കളഞ്ഞ് ഹൃദയം കൊണ്ട് മിസ്രയീമിലേക്ക് പോയി. കണ്ടോ? ശരീരം കൊണ്ട് ഇവര് മിസ്രയീം വിട്ടെങ്കിലും ഹൃദയം കൊണ്ട് ഇപ്പോഴും മിസ്രയീമില്ല. പിണങ്ങാതിരിക്കാമെങ്കിൽ ഒന്ന് രണ്ട് കാര്യം പറയാം. പിണങ്ങിയാലും കുഴപ്പമില്ല. അല്ലെങ്കിലും എന്നോട് എല്ലാവർക്കും വലിയ താല്പര്യമില്ലല്ലോ. ശരീരം കൊണ്ട് മിസ്രയീം വിട്ടു. ആ പള്ളിയും പട്ടക്കാരെയും ആചാരങ്ങളും ചുറ്റുപാടും നേരത്തെ ആചരിച്ച് അനുഷ്ഠിച്ച ഇടങ്ങളൊക്കെ വിട്ടു. ശരീരം കൊണ്ട് വിട്ട്. പക്ഷെ ഹൃദയം കൊണ്ട് ഇപ്പോഴും പലരും അവിടെ തന്നെ. അവിടെ അത് അങ്ങനെ ഇരിക്കുമ്പോൾ അവിടുത്തെ വിഷയങ്ങൾ ഇടയ്ക്കിടയ്ക്ക് പൊങ്ങിവരും. ഇടയ്ക്ക് പറയുകയും ചെയ്യും. ഇടയ്ക്ക് പറയും. അതിന് ഒന്ന് രണ്ട് തെളിവ് തരാം. ഇപ്പോഴും മനസ്സുകൊണ്ട് അവിടെ ആണ്. ചെങ്കടൽ തീരത്ത് വന്നപ്പോൾ ഇവര് ഹൃദയം കൊണ്ട് ഇപ്പോൾ അവിടെ. അതിനൊരു തെളിവാ. അയ്യോ, അവിടെ ശവക്കോട്ട ഇല്ലായിട്ടാണോ ഞങ്ങളെ ഇങ്ങോട്ട്? മിസ്രയീമിൽ ശവക്കുഴി ഇല്ലാഞ്ഞിട്ടാണോ നീ ഞങ്ങളെ
ഇവിടോട്ട് കൊണ്ടുവന്നത്. ഇവിടെ എന്ന് പറഞ്ഞാൽ ചെങ്കടലിന്റെ തീരമാണ്. എന്റെ ഭാഷ പറഞ്ഞാൽ സെമിത്തേരി ഒന്നുമില്ല. നല്ല ഒരു അടക്കം കിട്ടാൻ സാധ്യത ഇല്ല. നമ്മൾ ഈ വിട്ടുപോകുന്നിടത്തെ വിഷയങ്ങൾ ഇപ്പോഴും അകത്തിരിക്കുന്നത് കൊണ്ടാ ഇപ്പോഴും ഈ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് കൃപയിൽ വരുന്ന നല്ല വിഷയം. ആൾക്കാർക്ക് സെമിത്തേരിയാ വിഷയം. ഇപ്പോഴും സെമിത്തേരി ആൾക്കാർക്ക് വിഷയം. സുവിശേഷം പറയുമ്പോൾ, രക്ഷകയുടെ വചനം പറയുമ്പോൾ, സ്നാനത്തെ പറ്റി പറയുമ്പോൾ, അഭിഷേകം പ്രാപിക്കണമെന്ന് പറയുമ്പോൾ, വേർപാടിന്റെ ഉപദേശം പറയുമ്പോൾ, ഇതെല്ലാം കറക്റ്റ് ആണെന്ന് പലർക്കും അറിയാം. പക്ഷെ ലാസ്റ്റ് ചോദിക്കുക, സെമിത്തേരി, നിങ്ങൾക്ക് സെമിത്തേരി? നിങ്ങൾ യോജിച്ചാലും യോജിച്ചില്ലെങ്കിലും ഒരു കാര്യം പറയാം, എടാ കൊണപ്പെട്ടവനെ എവിടെ അടക്കിയാലും കാരണം നൊനിക്കുമ്പോൾ പുത്തൻ ശരീരത്തോടെ അവൻ ഉയർത്തു വരും. നീ ഈ സെമിത്തേരിയും കല്ലറയും ഇപ്പൊ പിന്നെ വന്ന് പെന്തിക്കോസ് കുടുംബക്കല്ലറയായി ആയി പെന്തിക്കോസിൽ. ഇപ്പൊ ചില പേപ്പറിലൊക്കെ ഞാൻ നോക്കിയപ്പോൾ ചാക്കോച്ചൻ നിത്യതയിൽ ശവസംസ്കാര ശുശ്രൂഷ 8/12/2024 രാവിലെ ഭവനത്തിൽ കൊണ്ടുവന്ന് ശുശ്രൂഷകൾ കഴിഞ്ഞ് കുടുംബക്കല്ലറയിൽ ഇപ്പോൾ ഇവനെല്ലാം മിസ്രൈമിൽ കിടക്കുക. അമ്മാമ്മ ദീർഘശ്വാസം വിടുന്നതായിട്ട് ഞാൻ കണ്ടു. കണ്ടു ശ്വാസം എടുത്തൊന്ന് വിട്ടില്ലേ? ഇല്ലേ? ഇങ്ങോട്ട് നോക്ക്, എടുത്തൊന്ന് വിട്ടു. ഞാൻ കണ്ടു. സത്യം പറ. ഞാനും സത്യമോ പറയുള്ളൂ, അമ്മാമ്മയും സത്യവും പറഞ്ഞു. ഒരു കാര്യം ദൈവമക്കളോട് പറയാം, യേശുവിനെ കണ്ടവൻ, യേശുവിനെ രുചിച്ചവൻ, രക്ഷയുടെ സന്തോഷം പ്രാപിച്ചവൻ, ശരിക്കും മാനസാന്തരപ്പെട്ടവർക്ക് സെമിത്തേരിയും കല്ലറയും വിഷയമല്ല. സെമിത്തേരി ഉണ്ടേലും കൊള്ളാം, കല്ലറ ഉണ്ടേലും കൊള്ളാം, അടക്കമല്ല വിഷയം, നിന്റെ ഒടുക്കമാ വിഷയം. നീ ഒടുക്കം എന്ത് ചെയ്യും? ധനാഢ്യ സാധുക്കളായോരും എല്ലാരും അന്ത്യേ ഒരു പോലി ലോകം, എല്ലാരും ഒരു പോലി ലോകം ഇല്ലാതെ വെടിഞ്ഞീടും. നീയതു മറക്കാതെ ആനന്ദമേറും നിൻ ജീവകാലം മറയും നിഴൽ പോലെ. നീയതു മറക്കാതെ ആനന്ദമേറും നിൻ ജീവകാലം മറയും നിഴൽ പോലെ. നീയതു മറക്കാതെ നിൻ പ്രാണൻ പോകും മുൻ ആത്മാവിന് രക്ഷയെ നേടി. നിൻ പ്രാണൻ പോകും മുൻ ആത്മാവിന് രക്ഷയെ നേടി. ശ്രീയേശുപാദേ വരുമോ നീ വേഗം, ശ്രീയേശുപാദേ വരുമോ നീ വേഗം, കാലം നീ കളയാതെ നീയതു മറക്കാതെ. ആനന്ദമേറും നിൻ ജീവകാലം മറയും നിഴൽ പോലെ. നീയതു മറക്കാതെ. അപ്പൊ ശ്രദ്ധിക്കുക, ഒരു കാര്യം പെന്തിക്കോസുകാരോട് പറയാം, അടക്കമല്ല വിഷയം. നീ രക്ഷാനിർണയം പ്രാപിക്കുന്നതാ വലുത്, നീ സ്നാനപ്പെടുന്നതാ ഏറ്റവും വലുത്, നീ അഭിഷേകം പ്രാപിക്കുന്നതാ വലുത്. സ്തോത്രം.
ഞാന് പറയാറുണ്ട് സാക്ഷ്യം, നിങ്ങൾക്കും ചില ഇന്ന് പകൽ ഞാനൊരു സാക്ഷ്യം പറഞ്ഞല്ലോ, കാവാലത്തെ കാര്യം. ഞങ്ങളുടെ മാച്ചനച്ചായൻ മരിച്ചു. കനാനായ സമുദായത്തിൽ നിന്ന് അന്നത്തെ കാലത്ത് ഒറ്റയ്ക്ക് വിശ്വാസത്തിൽ വന്നതാ. വന്നിട്ടുണ്ടോ അമ്മാമ്മ? പുള്ളിക്കാരുടെ നാത്തൂന് കടത്തലക്കലെ തമ്പിയുടെ ഭാര്യ സൂസമ്മ, കാവാലത്തെ കൈതത്തറയിലെ മാച്ചനച്ചായന്റെ മൂത്ത മോള സൂസമ്മ. സൂസമ്മയെ വിവാഹം ചെയ്തേക്കുന്നത് ഈ കർത്തൃദാസിയുടെ ആങ്ങളയാ, തിരുവമണ്ടൂര്. അന്നത്തെ കാലത്ത് ഒറ്റയ്ക്ക് അവര് വിശ്വാസത്തിൽ വന്നു. മാച്ചനച്ചായനെയും കൊച്ചമ്മയും സ്നാനപ്പെടുത്തിയത് ഇട്ടിയുപദേശിയ ഈ നമ്മുടെ പരുത്തുംപാറയിലെ പാലമൂട്ടിൽ പാസ്റ്റർ PJ കിട്ടി. ഇട്ടിയുപദേശി പ്രാർത്ഥിച്ച മാച്ചനച്ചാൻ ദൈവത്തിന്റെ കരുണയാ രക്ഷപ്പെടുന്നത്. വലിയ അത്ഭുതം നടന്ന വീടാണ്. മെഡിക്കൽ കോളേജിൽ നിന്ന് ഉപേക്ഷിച്ച് വീട്ടിൽ കൊണ്ടുവന്നു. ഒരു ചെറിയ അനക്കം ഉള്ളായിരുന്നു. എന്റെ ഭാഷ പറഞ്ഞ ചാകാനിട്ടതാ. ഞങ്ങളുടെ ഒരു അമ്മ സ്തോത്രാമ്മ എന്ന് പറയും. അമ്മയ്ക്കൊരു വെളിപ്പാടുണ്ടായി. അമ്മ അവിടെ ചെന്ന് പ്രാർത്ഥിക്കാൻ ചെന്നപ്പോൾ ആ വീട്ടിൽ കയറ്റിയില്ല. അപ്പുറത്തെ വീട്ടിൽ നിന്ന് പ്രാർത്ഥിച്ചിട്ട് പോയി. ഇവര് കനനേക്കാരല്ലേ, ഇവിടെ ഒന്നും വരണ്ടെന്ന് പറഞ്ഞു. യാഗാൻ കിടക്കുക എന്ന് ഓർക്കണം. അമ്മ മടുത്തില്ല, അമ്മയോട് ദൈവം പറഞ്ഞു പോയതാണ്. അമ്മ പിറ്റേ ദിവസവും ചെന്ന് പ്രാർത്ഥിച്ചു. ആ വീട്ടിൽ കയറ്റിയില്ല. 1-2 ദിവസമായപ്പോ ഒരു ആശ്വാസം. അപ്പൊ പിന്നീട് ഇത് പറഞ്ഞുള്ള അറിവാ. തിണ്ണേ നിന്ന് പ്രാർത്ഥിച്ചോളാൻ പറഞ്ഞു. അമ്മ തിണ്ണേ നിന്ന് പ്രാർത്ഥിച്ചു, കുറച്ചുകൂടെ ആശ്വാസം. പിറ്റേ ദിവസം ചെന്നപ്പോ ഈ മുറിക്കകത്ത് കയറി പ്രാർത്ഥിക്കാൻ പറഞ്ഞു. അമ്മ മുറി കയറി പ്രാർത്ഥിച്ചു, എഴുന്നേറ്റിരുന്നു. പിന്നെയും ചെന്ന് പ്രാർത്ഥിച്ചു, പായിട്ട് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. അമ്മ ഒറ്റയ്ക്കാ, പായിട്ട് പ്രാർത്ഥിച്ചു. പൊടിയരിക്കഞ്ഞു കുടിച്ചു. പിന്നെയും പോയി പ്രാർത്ഥിച്ചു. അമ്മ മടുത്തില്ലെന്നുള്ളതാണ്. പോയി പ്രാർത്ഥിച്ചു, എഴുന്നേറ്റ് നടക്കാൻ തുടങ്ങി. ആ പ്രാർത്ഥന അമ്മ ഒറ്റയ്ക്ക് പോയി 62 ദിവസം പ്രാർത്ഥിച്ചു. ക്ഷീണിച്ചില്ല. 60 ദിവസം കഴിഞ്ഞപ്പം അച്ഛനച്ചാൻ നടക്കാനും ജോലി ചെയ്യാനും തുടങ്ങി അത്യാവശ്യം. അപ്പം അമ്മ പറഞ്ഞു, എൻ്റെ ശുശ്രൂഷ തീർന്നു, ഞങ്ങളുടെ ഉപദേശിമാരെ വിളിച്ച് യോഗം വെക്കാൻ പറഞ്ഞു. അങ്ങനെ പരുത്തുംപാറയിലെ പാലമൂട്ടിൽ പാസ്റ്റർ PJ കിട്ടിയ അവർകളും അവിടെ കുടിമറ്റത്തെ ദാനിയേൽ ഉപദേശി, അങ്ങനെ കുറച്ച് പേരുണ്ട്. എനിക്കൊന്ന് വാലയിലെ മത്തായി പാസ്റ്റർ ഉണ്ടായിരുന്നു. ഇവിടെ BM മത്തായി, അതൊക്കെ മരിച്ചു പോയി, ചിങ്ങവനംകാരനാ. അറിയത്തില്ല അച്ഛാ? മത്തായി കുട്ടിയാരൊക്കെ കൊച്ചുകുട്ടി, വേറെ വലുതുണ്ട്, കണ്ടിട്ടില്ല. അവരൊക്കെ ചർച്ചക്കൂടിൽ അന്നത്തെ അധികായകന്മാരാ. അന്ന് ചർച്ചക്കൂട് ഒന്നിച്ച് നിൽക്കുക. ഇപ്പോഴല്ലേ കുത്തിത്തിരിപ്പുണ്ടാക്കി. അത് പോട്ടാ വേണ്ട, ഒരു ആരോഗ്യ മനുഷ്യക്ക് പ്രയാസം വരും. വെറുതെ വിളിച്ച് പറയാം, അയാളെ ഇനി മേല് കയറ്റിയേക്കരുതെന്ന്. വെറുതെ എന്തിനാ പറയാനൊക്കെ എനിക്കറിയാം. അപ്പൊ എന്തായാലും അന്ന് ഒന്നിച്ചു നിൽക്കുന്ന കാലമാണ്. വന്ന് അവര് പ്രാർത്ഥിച്ചു. 5-6 ദിവസത്തെ യോഗം, മിറ്റത്ത് പന്തലിട്ട് യോഗം. അപ്പോൾ യോഗം അങ്ങോട്ട് അതിന്റെ മൂർധന്യാവസ്ഥ വന്നപ്പോൾ എണ്ണ പൂശി പ്രാർത്ഥിക്കുക. അന്നൊക്കെ അങ്ങനെ ഉണ്ട്, എണ്ണ പൂശി പ്രാർത്ഥിക്കും. എണ്ണ പ്രാർത്ഥിച്ച് കുടിപ്പിക്കുകയല്ല, അങ്ങനെയുള്ള ആൾക്കാർ ഇപ്പോൾ ഉണ്ട്. എണ്ണ പ്രാർത്ഥിക്കേണ്ട പുല്ലാട് സൈഡോ എണ്ണ പ്രാർത്ഥി പെണ്ണുങ്ങളെല്ലാം എണ്ണ കുടിച്ച് പച്ചവെളിച്ചെണ്ണ കുടിച്ച അവക്കാരം വരിക. ചന്തയെന്ന് കുഞ്ഞമ്മ 2 ബക്കറ്റ് കൊണ്ടുവച്ചു. അന്ന് എണ്ണ പൂശി പ്രാർത്ഥിക്കാം. അപ്പം സൂസമ്മയോട് ചോദിച്ചാൽ പറയും, യോഗം അങ്ങോട്ട് നടന്നപ്പം അന്ന് സൂസമ്മയുടെ കാതെ കമ്മലുണ്ട്, പിള്ളേരെല്ലാരും ഉണ്ട്. അപ്പൊ ഇവര് യോഗത്തിലിരിക്കുമ്പം ഇട്ടിയുപദേശി എണ്ണ പൂശി പ്രാർത്ഥിക്കാൻ പച്ചവെള്ളിച്ച എണ്ണ എടുത്ത് ഇങ്ങനെ ഒഴിച്ച് സ്തോത്രം ചെയ്യുക. ഇങ്ങനെ സ്തോത്രം ചെയ്തപ്പോൾ സൂസമ്മ, ഈ കർത്തദാസിയുടെ നാത്തൂന്, സൂസമ്മ ഇങ്ങനെ കണ്ണു തുറന്ന് നോക്കിയപ്പോൾ എന്നോട് പറഞ്ഞതാ, എണ്ണയ്ക്കകത്തോട്ട് പച്ച വെളിച്ചം അങ്ങോട്ട് അടിച്ചിട്ട് എണ്ണ വെട്ടിത്തിളങ്ങുന്നു. എണ്ണ വെട്ടിത്തിളങ്ങും. ഉപദേശി എണ്ണ എടുത്തേച്ച് നിറകെ പൊത്തി പ്രാർത്ഥിച്ചു.
ഇത് കണ്ടോണ്ട് സൂസമ്മ അവിടെ ഇരുന്നുകൊണ്ട് കമ്മലൂരി, അല്ലാതെ ഊരാനൊന്നും ആരും പറഞ്ഞില്ല. ദൈവപ്രവൃത്തി കണ്ട് ഊരി എറിഞ്ഞു. ഇത് എറിയുകയും അഭിഷേകം പ്രാപിക്കുകയും കൂടാതെ അഭിഷേകം പ്രാപിച്ചു. രണ്ടുപേരെ സ്നാനപ്പെടുത്താനാ ഉപദേശിച്ചു എന്നത് 5-10 പേരെ സ്നാനപ്പെടുത്തി. അങ്ങനെ വേല ശക്തമായി. മാച്ചനച്ചാൻ പിന്നെ എത്ര നാള് ജീവിച്ചിരുന്നു. ഈ ചിങ്ങവനം പരുത്തന്മാരിലൊക്കെ വന്ന് അദ്ദേഹം സാക്ഷ്യം പറഞ്ഞു. ഏറെ നാള് പിന്നെയും ജീവിച്ചു. ഒടുവിലെ അദ്ദേഹം കർത്തൃസന്നിധി ചേർക്കപ്പെട്ടു. അടക്കത്തിന്റെ വിഷയം എന്ന പ്രശ്നമായി. സമുദായക്കാരിളകി. പെന്തിക്കോസുകാരെ കേൾക്കുകയില്ല, അടക്കാനോട്ട് അനുവദിക്കത്തുമില്ല. പള്ളി കൊണ്ടുവന്ന് അടക്കണം. പക്ഷെ നിങ്ങളെല്ലാം ക്ഷമ പറഞ്ഞ് തിരിച്ച് എങ്ങനെയുണ്ട്? ക്ഷമ പറയണം. പെന്തിക്കോസിൽ പോയത് തെറ്റിപ്പോയി, ഇനിയും ഒരിക്കലും പോകുകയില്ല, അബദ്ധപ്പെട്ടു പോയി, അക്കടി പറ്റിയതാ എന്ന് വന്ന് ക്ഷമ പറഞ്ഞ് പള്ളിക്ക് വലത്തുമൊക്കെ വെച്ച് കഴിഞ്ഞ ആ ചഞ്ചാനെ ഇളയത്തങ്ങൾ അത്ര ആത്മീയത ഇല്ലെങ്കിലും സൂസമ്മ നല്ല സ്റ്റേണായിരുന്നു, കൊച്ചമ്മയും തങ്കമാമയും നല്ല സ്റ്റേണായിരുന്നു. അവർ രണ്ടുപേരും പറഞ്ഞു മരിച്ചാലും ഇനി ഇത് അങ്ങോട്ടില്ലെന്ന് പറഞ്ഞു. പെന്തിക്കോസുകാരെ കയറ്റത്തുമില്ല പ്രാർത്ഥിക്കാൻ, അടക്കാൻ. ഇവരൊട്ട് അടക്കത്തുമില്ല. ഇവരടക്കണമെങ്കിൽ ഇവർ വന്ന് ക്ഷമ പറയണം. അവർ പറഞ്ഞ് അടക്കുകയല്ല, ആ കേസില്ലെന്ന് പറഞ്ഞു. അവസാനം ഒരു തീരുമാനത്തിൽ വന്നു. രാത്രി മുഴുവൻ ഡെഡ് ബോഡി വെച്ച് വില പറഞ്ഞു. ജോയ് തോമസിന്റെ അപ്പന്റെ കാര്യമായി പറയുന്നത്. രാത്രി മുഴുവൻ ഡെഡ് ബോഡി വെച്ച് വില പറഞ്ഞു. അവര് നല്ല ഉറപ്പോടെ നിന്നു. ഒടുവിൽ സൂസമ്മ പറഞ്ഞ് മിറ്റത്തോട്ട് കുഴിയെടുക്കാൻ പറഞ്ഞു. നമ്മുടെ വസ്തുവും പരിഗണമല്ലേ, അവിടോട്ട് കുഴി, അച്ചാനെ ഇവിടെ അടക്കുക എന്ന് പറഞ്ഞു. എന്നാൽ തിരിച്ചു പോകുന്ന പ്രശ്നമില്ലെന്ന് പറഞ്ഞു. മാച്ചനച്ചാനെ അന്നത്തെ കാലത്ത് മിറ്റത്ത് എന്നോട് ചേർന്ന് കുഴിയെടുത്താണ്. അതാ പെന്തിക്കോസ്. അല്ലാതെ ഒന്ന് പറഞ്ഞ് രണ്ടാമത്തിന് ആ പോയത് പോട്ടെ പോരടി വാപ്പി എന്നും പറഞ്ഞു നേരെ കുറെ നാൾ ഇവിടെ വന്ന് തുമ്പി തുള്ളും പോലെ എന്നും ഗുണം വന്നതല്ല. സ്തോത്രം. ജീവൻ പോകേണ്ടി വന്നാലും, ഏത് പ്രതികൂലം വന്നാലും, ഏത് പ്രശ്നം വന്നാലും, പുസ്തകത്തിലെ വാക്യം പിന്മാറുന്നുവെങ്കിൽ എന്റെ ഉള്ളത്തിനവന് പ്രസാദമില്ലെന്നാ. നാമോ നാശത്തിലേക്ക് പിന്മാറുന്നവരുടെ കൂട്ടത്തിലല്ല, വിശ്വസിച്ച് ജീവരക്ഷ പ്രാപിക്കുന്നവരുടെ. അതുകൊണ്ട് തന്നെ അന്നൊക്കെ വലിയ പ്രശ്നം ഉണ്ടെങ്കിൽ ആ കുടുംബത്തിൽ ഒരു ദോഷവും വന്നില്ല. അവരെ എല്ലാവരെയും ദൈവം സഹായിച്ചു. സൂസമ്മേനെ ഈ അമ്മാമ്മയുടെ ആങ്ങളത് അമ്പി കെട്ടി, ഇളയെന്നുണ്ട് ഷൈനി റാന്നി കെട്ടിച്ചു. അനുഗ്രഹിക്കപ്പെട്ട കുഞ്ഞുങ്ങളും കുടുംബവും ദൈവം സഹായിച്ചു. മൂത്തതാ മോനാച്ചൻ പെരിങ്ങര ചാക്കോച്ചന്റെ പെങ്ങളെയാ കെട്ടിയത്. പ്രവാചകൻ പെരിങ്ങര ചാക്കോച്ചന്റെ പെങ്ങളെ. ജോയ് തോമസ് കർത്താവിന്റെ വേലല്ല, ദൈവസഭയുടെ അനുഗ്രഹിക്കപ്പെട്ട ശുശ്രൂഷകനാ. സ്തോത്രം. ഇളയ ആള് ഷാജിയ ഗുണപ്പെടാൻ ഒത്തിരി നാളെ ഒടുവിൽ ഗുണപ്പെട്ടു, രക്ഷിക്കപ്പെട്ടു, സ്നാനപ്പെട്ടു, കൃപയെ വന്നു. പക്ഷെ ദൈവസന്നിധി ചേർക്കപ്പെട്ടു. മിനി ഞങ്ങളുടെ മത്തച്ഛന്റെ മകളാണ്. കൈനടിയിലെ സഭയുടെ പ്രധാനപ്പെട്ട ആളാ മത്തച്ഛന്റെ സാക്ഷ്യവും വലുതാ. അപ്പൊ നിങ്ങൾ ഇന്നയാള് സാക്ഷി പറയാൻ വന്നേക്കാണോ? മത്തച്ഛൻ കത്തോലിക്കൊന്ന് ഒറ്റയ്ക്ക് വിശ്വാസം വന്ന്, അമ്മാമ്മ ഭയങ്കര എതിരായിരുന്നു. പക്ഷെ മത്തച്ഛൻ നല്ല തീക്ഷണതയാണ്. ഒരു ദിവസം രാവിലെ പുള്ളി ആരാധനയ്ക്ക് പോകുന്ന നിർത്തി തള്ള പറഞ്ഞു, നിങ്ങൾ പെന്തിക്കോസിൽ പോയിച്ച് വരുമ്പോൾ ഞാൻ തൂങ്ങിച്ചാകുമെന്ന്. പുള്ളിക്കാരൻ പറഞ്ഞ് ചാകുകയാണെങ്കിൽ ഈ കയറെടുക്കരുത്, അണ്ണ മിറ്റത്ത് കിട്ടിയ മുറുക്കമുള്ള കയറെടുക്കണമെന്ന് പറഞ്ഞു. പുള്ളി കാവാലത്ത് സഭയെ വന്ന് സാക്ഷി പറഞ്ഞു. ഞങ്ങളെല്ലാം പ്രാർത്ഥിച്ചു. തിരിച്ചു പുള്ളി ചെന്നപ്പം പുള്ളിക്കാരി കടുക് താളിക്കുന്നു കറിക്ക്. കൃപയാല് അമ്മാമ്മയും ദൈവകൃപയെ വന്നു. അവിടുത്തെ മകളെയാ ഈ കൈതത്തറയിലെ ഏറ്റവും ഇളയ ഷാജി കെട്ടിയത്. എല്ലാവരും ദൈവം സഹായിച്ചു. നീ ഈ പ്രമാണത്തിന് വേണ്ടി നിന്നാൽ, ഈ സത്യത്തിന്റെ സാക്ഷിയായിട്ട് നിന്നാൽ, നിനക്ക് നിന്റെ സന്തതിക്ക് ഒരു കുഴപ്പവും വരികയില്ല, ഒരു ദോഷവും നിനക്ക് വരികയില്ല, ഒരു ക്ലേശവും വരാൻ ദൈവം അനുവദിക്കത്തില്ല. ദൈവം നിന്നെ അത്ഭുതകരമായിട്ട് നടത്തും. നിന്റെ സന്തതിക്കും ദോഷം വരികയില്ല. നീ ക്ഷീണിച്ചും തളർന്നു പോകാൻ ദൈവം അനുവദിക്കത്തില്ല. പ്രൈസ് ദി ലോർഡ്. എല്ലാവിധ ആവശ്യങ്ങളും നല്ലതോ ചെയ്തു തരുന്ന എല്ലാവിധ ആവശ്യങ്ങളും നല്ലതോ ചെയ്തു തരുന്ന
എല്ലാവരും ചേർന്ന് ഹല്ലേലൂയ പാടുവോ. എല്ലാ മുട്ടും തീർത്ത എല്ലാവരും ചേർന്ന് ഹല്ലേലൂയ പാടുവോ. ഹല്ലേലൂയ ഗീതം പാടിന മാറിപ്പോകുമേ. ഹല്ലേലൂയ ഗീതം പാടിന ഓ വല്ലഭൻ നമുക്ക് നല്ലവനായി. ഓ എല്ലാ ദാനങ്ങളും ചെയ്തരുള എന്നുണ്ട്. അതെ വല്ലഭൻ വല്ലഭൻ നമുക്ക് നല്ലവനായുണ്ട്. എല്ലാ ദാനങ്ങളും ചെയ്തരുള. കരമുയർത്ത് ദൈവത്തിന് മഹത്വം കൊടുക്ക. പ്രൈസ് ദി ലോർഡ്. അപ്പൊ ഇവിടെ അടക്കത്തിന്റെ വിഷയമാണ്. ഒരു കാര്യം പറയാ, എവിടെ അടക്കുന്നെന്നുള്ളതല്ല വിഷയം, ആരടക്കുന്നു എന്നുള്ളതുമല്ല വിഷയം. സ്തോത്രം. നിന്റെ ഒടുക്കം എങ്ങനെ ആയിരുന്നെന്നുള്ളതാണ്. ഭക്തന്മാരൊക്കെ മരിക്കുന്ന സമയത്തൊക്കെ അവർക്ക് നല്ല ബോധ്യമുണ്ട് മരിക്കുമെന്നും. ഈ അടുത്ത സമയത്തും ബാബു പാസ് മരിച്ചപ്പം പറഞ്ഞേച്ചാ മരിച്ചത്. തിരുവല്ല സെൻട്രൽ പാസ് പറഞ്ഞേച്ചാ മരിച്ചത്. അദ്ദേഹം പറഞ്ഞെന്നാ പറഞ്ഞ ഒരാഴ്ച എനിക്കൊന്ന് കിടക്കണം, കാരണം ആ സമയം കൊണ്ട് എല്ലാരെയും ഒന്ന് കാണണം. പെട്ടെന്ന് ഉരുണ്ട് വീണ് മരിക്കുക, അന്നെ ആരെയും കാണാൻ പുള്ളിയുടെ ആഗ്രഹമാണ് ഒരാഴ്ച ഒന്ന് കിടക്കണമെന്ന്. അതുപോലെ തന്നെ ശാരീരിക ക്ഷീണത്തോടെ ഒരാഴ്ച കിടന്നു. യോ സെന്ററിലും സ്ഥലത്തും എല്ലാവരും വന്ന് പുള്ളിയെ കണ്ടു. ഞാനും പോയി കണ്ടു. ഞാൻ 2 വട്ടം പോയി കണ്ടു, സംസാരിച്ചു, പ്രാർത്ഥിച്ചു. ഒടുവിൽ പോകുന്നതിന്റെ തലേ ദിവസം കൂടെയുള്ള കൊച്ചു പാസ്റ്ററോട് പറഞ്ഞു പോകാറായെന്ന് പറഞ്ഞു. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു വെളുപ്പിനെ 4 മണി വരെ എൻ്റെ ഇടയ്ക്ക് കാണണമെന്ന് പറഞ്ഞു. വെളുപ്പിനെ 4 മണി വരെ എൻ്റെ ഇടയ്ക്ക് ആള് കാണണമെന്ന്. അവര് ഇങ്ങനെ നോക്കി നിൽക്കുക. എന്തിനേറെ 4 മണി തികയുന്നതിന് മുന്നേ ദൈവസേനയിൽ ചേർക്കപ്പെട്ടു. നമ്മുടെ ഡ്രസ്സിങ് എങ്ങനെയാണെന്ന് അവസാനം ഷർട്ടും പാൻറ്റും കയറാതെ വരുമ്പോൾ കീറി വെച്ച് പറയും പുറകെ കൂടെ നമുക്ക് തെറ്റിപ്പം കുത്തിയാൽ മതി. ആണ്ട് കിടക്കുന്നത് അല്ല, കുറ്റം പറയല്ല. ഓ അങ്ങനെ ഒക്കും. അതൊക്കെ നല്ല ഒരുങ്ങി റെഡിയായി കിടക്കുക. സ്തോത്രം. അങ്ങനെയുള്ള ധാരാളം ആൾക്കാരുണ്ട്. ഞാൻ എപ്പോഴും പറയും, നമ്മുടെ ഇന്ത്യ ദൈവസഭയുടെ മുൻ ഓവർസിയറായിരുന്നു ചാക്കോ സാർ. എം.വി. ചാക്കോ അല്ല, നമ്മുടെ UK-ലെ ജോകുര്യന്റെ പിതാവ് PC ചാക്കോ, TM അപ്പച്ചന്റെ മരുമകനാണ്. TM വർഗീസിന്റെ മരുമകൻ. അദ്ദേഹം മരിക്കുന്നതിന് മുന്നേ കൂടെയുള്ള വാതാനം ജോർജ് കുട്ടി പാസ്റ്റർ എന്ന് കൂടെയുണ്ട്. പുള്ളിയോട് പറഞ്ഞു, ജോർജ് കുട്ടി ഞാൻ പോകാൻ പോവാ, ദൂതന്മാര് വരുന്ന നിന്നെ കൊണ്ടുപോകാൻ. നമ്മളെ കൊണ്ടുപോകാൻ ആരാന്നോ വരുന്നത്? ഈ ഇരിപ്പാണെങ്കിൽ മിക്കവാറും മറ്റേ പുള്ളി വരാനാ. ഈ നോട്ടോ ഇരിപ്പാണെങ്കിൽ സ്തോത്രം. ചാക്കോ സാറ് പറഞ്ഞു ദൂതന്മാര് വരുന്ന നിന്നെ കൊണ്ടുപോകാൻ. അവിടെ പുള്ളി കടന്നു പോകുന്ന സമയത്ത് പറഞ്ഞു, ജോർജ് കുട്ടി ഞാൻ സ്വർഗം കാണുന്നെന്ന്. ഞാൻ സ്വർഗം കാണുന്നു, ദൂതന്മാരൊക്കെ നിൽക്കുന്നു, വെള്ളവസ്ത്രധാരികളായി ദൂതന്മാർ നിൽക്കുന്നു, സ്വർഗം കാണുന്നു ഞാൻ. അയ്യോ ഞാൻ വിശുദ്ധന്മാരെ എല്ലാം കാണുന്നുണ്ട്. എന്നിട്ട് പുള്ളി അവിടെ കിടന്നോണ്ട് പറഞ്ഞു, അയ്യോ തങ്കയ്യാച്ചൻ ഇരിക്കുന്നെന്ന്. പുള്ളി പറഞ്ഞ തങ്കയ്യാച്ചൻ ഇരിക്കുന്നു. പാസ്റ്റർ PAV സാമിന്റെ പിതാവ് ART അതിശയം തങ്കയ്യാച്ചൻ ഇല്ല. പുള്ളി കണ്ടു, എന്നിട്ടാ കടന്നു പോയത്. നമ്മൾ തങ്കയ്യാച്ചനെ ഒന്നും കണ്ടില്ലെങ്കിലും ആവശ്യമില്ലാത്ത കാണാതിരുന്നാ മതി. ഓടിവായോ എന്നെ ഞെക്കി പിടിക്കാൻ വരുന്നേ, അയ്യോ പത്തോന്നൊന്നും അലറരുത്. ശരിക്ക് പ്രാർത്ഥിച്ചോണം എല്ലാവരും. സ്തോത്രം. നാളിതുവരെ നീ ഓടി അധ്വാനിച്ചതും നഷ്ടമായി പോയിടല്ലേ വീടോടടുത്തു. നാളിതുവരെ നീ ഓടി അധ്വാനിച്ചതും
മാത്രമേയുൾ നിത്യ വീട്ടിലെത്താനി അല്പദൂരം മാത്രമേയുള്ള സമയം പാഴാക്കാതെ ആ സമയം പാഴാക്കാതെ യാത്ര. ഞാൻ നിന്നെ ഒരു നാളും വിടുകില്ലെന്നരുളിയ കരുണാനിധേ. എൻ കാരം പിടിച്ചനുദിന മരുഭൂവിൽ നടത്താമ ഉരച്ചവൻ ഒരു നാളും എൻ കാരം പിടിച്ചനുദിന മരുഭൂവിൽ നടത്താമൻ ഉരച്ചവൻ ഒരു നാളും മറക്കില്ല. അപ്പൊ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട് ഒരു കാര്യം പറയട്ടെ, വിശേഷിച്ച് പെന്തിക്കോസുകാരോട് പറയാ, നീ സെമിത്തേരിയുടെ അടക്കത്തിന്റെ കാര്യം പറഞ്ഞ് ഉഴപ്പരുത്. എടാ 5 സെന്റ് സ്ഥലം ഉള്ളെങ്കിലും സെമിത്തേരി ഇല്ലെങ്കിലും ചെല്ലില്ലെങ്കിലും കുടിയെടുത്ത് അവിടെ അടക്കണം. എന്നിട്ട് ഈ പ്രമാണത്തിന് വേണ്ടി നിൽക്കണം. അതാ ഞാൻ പറഞ്ഞത്. അല്ലാതെ അടക്കത്തിന്റെ വിഷയം വരുമ്പോ പ്രമാണം ഇട്ടേച്ച് നീ പോകരുതെന്നാ പച്ചക്ക് പറയാൻ. അങ്ങനെ പോയോ കുറെ വിദ്വാന്മാരൊക്കെ ഉണ്ട്. അല്ല, ഇരിപ്പ് കണ്ടിട്ട് ചിലര് പിന്നെ ഇതിനകത്ത് പോകാൻ സാധ്യത. ദൈവത്തിന്റെ മഹത്വം. നീ എന്തു വന്നാലും പിന്മാറരുത്, ധൈര്യത്തോടെ നിൽക്കണം. വൈപ്പിങ്കരയിലെ ഒരു പാപ്പുവപ്പച്ചൻ ഉണ്ടായിരുന്നു, നിങ്ങൾക്കറിയാം. അന്നത്തെ കാലത്ത് ഒറ്റയ്ക്ക് പെന്തിക്കോസ് വന്ന ആളാണ്. വളരെ പ്രതികൂലം. ആ ദേശത്തൊരു പെന്തിക്കോസുകാരില്ല. വടക്കം പറവൂരിൽ ഇങ്ങോട്ട് തീരദേശം വൈപ്പിങ്കര, പുതുവൈപ്പും വൈപ്പിങ്കരയും നായരമ്പലമല്ല ഇങ്ങോട്ട് വന്ന ഒറ്റ ആളുമില്ല. കളകുന്നപ്പുഴ അവിടെ അങ്ങ് പെന്തിക്കോസുകാരില്ല. ഈ അപ്പച്ചൻ ഒറ്റയ്ക്ക് വന്നു. അപ്പച്ചന്റെ ഭാര്യ മരിച്ചു, അടക്കാൻ സമ്മതിച്ചില്ല. സ്വന്തം ഭാര്യയുടെ ഡെഡ് ബോഡി തന്നെ ചുമന്നുകൊണ്ട് പോയി കടത്തീരത്ത് കൊണ്ട് പുള്ളി തന്നെ കുഴിയെടുത്ത് ഭാര്യയെ പ്രാർത്ഥിച്ചടക്കി. ഭയങ്കര പള്ളി കിടപ്പുണ്ട്, സെമിത്തേരി, ഭയങ്കര സെമിത്തേരി, ഭയങ്കരമായ. പുള്ളി പോയില്ല. സ്തോത്രം. സ്വന്തം ഭാര്യയുടെ ഡെഡ് ബോഡി പുള്ളി തന്നെ എടുത്തോണ്ട് കടതീരത്ത് കൊണ്ടുവന്ന് കുഴിയെടുത്ത് പുള്ളി തന്നെ അടക്കി. എന്നിട്ടും പിന്മാറിയില്ല, പ്രമാണത്തിന് വേണ്ടി നിന്ന്. നിങ്ങളിപ്പോ പോയെന്ന് അന്വേഷിച്ചും പോയി കണ്ടു കേട്ട എത്ര സഭകൾ അവിടെ ആയി. 100 കണക്കിന് സഭകള്, 1000 കണക്കിന് ദൈവമക്കൾ. സ്തോത്രം. ദേശത്ത് ദൈവം നിന്നെ വിളിച്ചത് ഈ പ്രമാണത്തിന് വേണ്ടി നിൽക്കാനാ. നിന്റെ കുടുംബത്തിൽ നിന്ന് ദൈവം നിന്നെ വിളിച്ചത് അവരുടെ നടുവിൽ നീ ധീരതയോടെ നിൽക്കാനാ. നിന്റെ ചുറ്റുപാടിൽ നിന്ന് ദൈവം നിന്നെ വിളിച്ചത് ഈ പ്രമാണത്തിന്, സത്യത്തിന് വേണ്ടി ധീരതയോടെ നിൽക്കാനാ. പ്രൈസ് ദി ലോർഡ്. അപ്പൊ ഈ അടക്കത്തിന്റെ വിഷയത്തിൽ കയറി ഉടക്കുണ്ടാക്കരുത്. കൊണപ്പെട്ടവനെ എവിടെ അടക്കിയാലും കാഹളം ധ്വനിക്കുമ്പോൾ അവൻ ഉയർത്തു വരും. ഈ വലിയ അടക്കവും ആഘോഷമെല്ലാം മിസ്രൈമിന്റെയാ. വലിയ ആഡംബരമല്ല, അത് മിസ്രൈമിന്റെയാ. അങ്ങനെയാണല്ലോ യാക്കോബ് മരിച്ചു കഴിഞ്ഞപ്പോൾ യാക്കോബിന്റെ ഡെഡ് ബോഡി പിള്ളേരും എല്ലാം കൂടെ സുഗന്ധവർഗമൊക്കെ ഇട്ട് ക്രമപ്പെടുത്തി ഒടുവിൽ മക്പേലായിലോട്ട് കൊണ്ടുവരിക. ഏറെ കിലോമീറ്റർ ദൈർഘ്യമുണ്ട് യാത്ര. അങ്ങനെ കൊണ്ടുവന്ന് ഹേരേൻ കപ്പൂക്കിൽ വന്നപ്പോൾ അവിടെ ഉള്ള ആൾക്കാർ നോക്കിയപ്പോൾ ഒരു ഭയങ്കര വിലാപയാത്ര വരുന്നു, ഡെഡ് ബോഡിയൊക്കെ വഹിച്ചുകൊണ്ട്. അപ്പൊ അവര് പറയുന്നൊരു, അപ്പം മിസ്രൈമിലെ കോവിൽ അധികാരികൾ വന്നു, സകല ഓഫീസേഴ്സും വന്നു, പാട്ടുകാരും ആട്ടക്കാരും ഊത്തക്കാരും എല്ലാവരും, ബാൻഡ് സെറ്റുകാര്, ഭയങ്കരം പാട്ടുകാർ. ഇപ്പൊ അടക്കത്തിനൊക്കെ അങ്ങനെയാണല്ലോ, കുറഞ്ഞ പാട്ടുകാർ വന്നാലൊന്നും ഏക്കുകയല്ല. പണ്ടൊരാൾ അമേരിക്ക മരിച്ചു. അപ്പൊ എന്നോട് ഞങ്ങളുടെ പാപ്പച്ചി ചോദിച്ചു എങ്ങനെയാ പുള്ളിയുടെ അടക്കം. ഞാൻ പറഞ്ഞു അമേരിക്ക മരിച്ചു, പുള്ളിയെ പിന്നെ കോട്ടയത്ത് കൊണ്ടുവന്നു, കോട്ടയത്ത് നിന്ന് പിന്നെ പുള്ളിയെ നിലമ്പൂര് കൊണ്ടുപോയി, നിലമ്പൂരിൽ നിന്ന് വീണ്ടും കോട്ടയത്ത് കൊണ്ടുവന്നു, കോട്ടയത്ത് നിന്ന് വീണ്ടും അമേരിക്ക കൊണ്ടുപോയി അടക്കിയത്. അപ്പൊ എടുത്ത് പാട പാപ്പച്ചൻ പറഞ്ഞു, ഇടേ അവനെ അങ്ങനെയൊക്കെ കൊണ്ടുപോയാലേ അടങ്ങുള്ളൂ, അങ്ങനെയൊക്കെ കൊണ്ടുപോയാലേ. അങ്ങനെയുണ്ട്.
ഇതിപ്പോ വലിയ ആഘോഷമല്ലേ. ഇപ്പൊ നിങ്ങൾ മരണം നടന്ന വീടിന് പെയിന്റ് അടിക്കുന്നു, ഡെഡ് ബോഡി മോർച്ചറി വീടിന് പെയിന്റ് അടിക്കുന്നു, വീടും പരിസരവും എല്ലാം വൃത്തിയാക്കുന്നു, പന്തലിടുന്നു, കാര്യങ്ങൾ കുറച്ച് സമയം എടുക്കും. പാട്ടുകാര് ഇപ്പൊ പിന്നെ അതുമല്ല, എല്ലാവർക്കും ഇത് കൊടുക്കുന്ന എല്ലാം ചെയ്യുന്ന ആൾക്കാരുണ്ടല്ലോ. എന്നെ അതിന് പറഞ്ഞേ എന്താ ഞാൻ പറഞ്ഞ തെറ്റു? ഈവൻ മാനേജ്മെന്റ് തെറ്റിയോ? ഇല്ലല്ലോ. മുട്ടറ്റുള്ള നിക്കറിട്ട പെമ്പിള്ളാരാ വന്ന് ഇപ്പോൾ കർത്താവിന്റെ ദാസൻ ചാക്കോച്ചു മുമ്പോട്ട് പോയി. ഇവക്ക് എക്കന്നാ ബുക്കന്നാന്നറിയാമോ? വല്ലോ അറിയാം. എടാ, ഇത് മുഴുവൻ കാളകളിയാക്കി തീർത്തിരിക്കുക. കല്യാണത്തിനും അങ്ങനല്ലേ, എവരെ ലീഡിങ്. ഇപ്പോൾ ഓവർസീർ മുമ്പോട്ട്, ഓവർസീർ പമ്മിച്ചെല്ല് കൈവിളി വിളിക്കുമ്പോ അതിന് സഭയിൽ പരിജ്ഞാനമുള്ള, അറിവുള്ള, പക്വതയുള്ള ദൈവദാസന്മാരുണ്ട്. ഉണ്ടുണ്ട് ദൈവസഭയിൽ എന്നാ പാസ്റ്റേഴ്സിന്റെ പരിജ്ഞാനമുള്ള, അറിവുള്ള, പക്വതയുള്ള, തന്മയത്വമുള്ള, വിവേകമുള്ള എത്ര നൂറുകണക്കിന് ദൈവദാസന്മാരുണ്ട്. അവര് വേണം അത് ചെയ്യാൻ. ഒന്നും പറഞ്ഞ ആർക്കും ഇഷ്ടപ്പെടുകയല്ല. എനിക്കിപ്പോ ഇതൊന്നും നോക്കണ്ട, ഞാൻ ഒരുത്തരെയും നോക്കുന്നത് പണി നോക്കാം. ദൈവസഭയിൽ അനുഗ്രഹിക്കപ്പെട്ട ദൈവദാസന്മാരുണ്ട്, ആത്മിക ശുശ്രൂഷകൾ അവര് നടത്തണം. ദൈവകൃപയിൽ ശരണപ്പെട്ട്, ദൈവകൃപയിൽ ആശ്രയിച്ച് അങ്ങനെയുള്ള ദൈവദാസന്മാർ വേണം അത് ചെയ്യാൻ. അല്ലാതെ രക്ഷിക്കപ്പെടാത്ത, ജ്ഞാനപ്പെടാത്ത, ഇത് പ്രമാണം എന്നാന്നറിയാത്തവരല്ല കയറി ബലസുന്നത്. ചിലക്ക് പിന്നെ പരിജ്ഞാനമില്ലാത്തതുകൊണ്ട് അവർക്ക് കൊടുക്കണ്ട. അവരോട് പണക്കസാരെ പോയിരുന്നോ വിളിക്കുമ്പോ ഒരു വാക്ക്. ബോധക്കേടുള്ളവരും ഉണ്ട് കേട്ടോ. പ്രാർത്ഥിക്കാൻ പറഞ്ഞാൽ ആടാൻ പറഞ്ഞാ പ്രാർത്ഥിക്കും. ചുരുക്കി പറഞ്ഞാൽ നീട്ടി പറയാം. ഇറക്കമുള്ള സ്ഥലത്തൂടെ ബ്രേക്ക് ഇല്ലാത്ത സൈക്കിളെ പോകുമ്പോൾ നിർത്താൻ അറിയാൻ മേല. ബോധക്കേടുകാരും ഉണ്ട്. അത് നമുക്കറിയാമല്ലോ ആർക്കൊക്കെയാ ബോധക്കേട് സാധാരണ ഉണ്ടെന്ന്. അവർക്ക് വേണ്ട. പരിജ്ഞാനമുള്ള ധാരാളം ആൾക്കാരുണ്ട്, പക്വതയുള്ള ദൈവദാസന്മാരുണ്ട്. തന്നെയല്ല, ഞാന് ചില കാര്യം പറഞ്ഞാൽ ചിലർക്ക് ഇഷ്ടപ്പെടുകയില്ല. ഇപ്പൊ ഈ സഭയ്ക്കകത്തല്ല റിട്ടയർഡ് പാസ്റ്റർ, അങ്ങനെ ഒരു പാസ്റ്റർ പുസ്തകത്തിലില്ല. എന്റെ അഭിപ്രായം പറയാം, ഇഷ്ടമുണ്ടെങ്കിലും ഇഷ്ടപ്പെട്ടാലും പ്രായവും പക്വതയുള്ളവർ സഭയെ വേണം. വിശേഷിച്ച് സീനിയർ പാസ്റ്റേഴ്സ് വേണം. വിശേഷിച്ച് വിവാഹ ശുശ്രൂഷയും ശവസംസ്കാരം എന്നുള്ള കാര്യങ്ങളൊക്കെ നടത്താൻ ഞാൻ എന്നെയും കൂടെ പ്രതിയാക്കി പറയാം. നല്ല പ്രായവും പക്വതയുള്ള ദൈവദാസന്മാരുണ്ട്, അവരത് നടത്തണം. ഒരിക്കലും ഒരാളൊരു കല്യാണം നടത്തി. കല്യാണം നടത്തുന്ന പുള്ളിക്ക് 30 വയസ്സ്, കല്യാണം കഴിക്കേണ്ട ചെറുക്കന് 34 വയസ്സ്, പെണ്ണിന് 31. അപ്പൊ ഈ പുള്ളി പറയാ, മക്കളെ നിങ്ങളുടെ വിവാഹം എന്നതാണോ? ഉപദേശിക്ക് 30, കല്യാണം കഴിക്കേണ്ട ചെറുക്കന് 34. പുള്ളി പറയാ, മക്കളെ നിങ്ങളെ ദൈവമാണ് ഇന്ന്. എനിക്ക് മനസ്സിലാകാടിയാണോ അതോ മനസ്സിലായാ മതി. ചെറുപ്പക്കാർ കല്യാണം നടത്തരുതെന്നല്ല ഞാൻ പറഞ്ഞത്, പക്ഷെ അത് പ്രായമുള്ളൊരു സീനിയർ പാസ്റ്റർ മക്കളെ എന്ന് പറയുമ്പം അതിനൊരു നമുക്ക് സഭയ്ക്ക് എത്രയോ അനുഗ്രഹിക്കപ്പെട്ട കർത്തദാസൻ. ഇപ്പൊ ഈ പിള്ളേരുകളിൽ വന്ന് പ്രായമുള്ളവരെ എല്ലായിടത്തും കപ്പക്കാലായിൽ ഇറങ്ങി. ലാസ്റ്റ് വന്ന് ഇപ്പോൾ നമ്മുടെ റിട്ടയർഡ് പാസ്റ്റർ മുമ്പോട്ട് വന്ന് എന്നതാന്നോ കാട്ടിക്കൂട്ടുന്നത്. തട്ടാറ ബാബുച്ചാന്റെ മുഖം തെളിയാതിരിക്കുന്നേ. ഇന്ന് ഐസൊന്നും അധികം വിറ്റില്ലേ? സന്തോഷിച്ചിരിക്കും. അതോ ഇത് കേട്ടങ്ങ് സ്തംഭിച്ചിരുന്നതാണോ? നമ്മുടെ ആളാ. അപ്പൊ ശ്രദ്ധിക്കുക, ദൈവസഭയ്ക്ക് ഇത് ആവശ്യമാണ്. നമ്മുടെ വിഷയത്തിൽ വരാൻ നിങ്ങള് ചിലര് ഇപ്പൊ ചിന്തിക്കുക, ദൈവമേ വൈകിട്ട് വരേണ്ട ഒരു കാര്യവും ഇല്ലായിരുന്നു, ഒരു വിടുതൽ നടക്കുന്നില്ലല്ലോ എന്നായിരിക്കും. ഇത് ഒന്നെ ഭയങ്കര വിടുതലാണ്. ദൈവത്തിന്റെ മഹത്വം. നീ പുറകോട്ട് പോകരുത്, പിന്മാറരുത്. അടക്കത്തിന്റെ വിഷയം പറഞ്ഞ് പിന്മാറരുതെന്ന്. ഗുണപ്പെട്ടവനെ എവിടെ അടക്കിയാലും കാഹളത്തിന്റെ ശബ്ദം കേൾക്കുമ്പോൾ അവൻ പുത്തൻ ശരീരത്തോടെ ഉയർത്തു വരും. ആരടക്കുന്നു, എങ്ങനെ അടക്കുന്നു, എവിടെ അടക്കുന്നു എന്നുള്ളതല്ല വിഷയം. ഇപ്പൊ ഇത് വന്ന് ഈ ശരീരം കൊണ്ട് വിട്ടെന്നേ ഉള്ളു, ഹൃദയം കൊണ്ട് ഇപ്പോഴും. അതുകൊണ്ടാണ് ഈ പദമൊക്കെ വരുന്നത്. കുടുംബക്കല്ലറയിൽ
സഭയ്ക്കകത്തും കുടുംബക്കല്ലറയായി. അതെ, സഭയ്ക്കകത്തും കാശില്ലാത്തവർക്കെല്ലാം പൊതുസെല്ല്, കാശുള്ളവർക്കെല്ലാം. എന്നെ ആരും മിണ്ടാതെ ഇങ്ങനെ പമ്മിയിരിക്കുന്നേ. ഇപ്പം പേരും എഴുതുന്നുണ്ട് അല്ലേ? പേരും. അതിന്റെ കാരണം കൂടെ പറയാം. ശരീരം കൊണ്ട് വിട്ടുപോകുന്നതേ ഉള്ളു, ഹൃദയം കൊണ്ട് ഇപ്പോഴും മിസ്രൈമില്ല. ദൈവത്തിന് മഹത്വം. ഇവര് പറയാ, മിസ്രൈമിൽ ശവക്കുഴിയിലായിട്ടാണോ നീ ഞങ്ങളെ ഇങ്ങോട്ട് കൊണ്ടുവന്നത്? പ്രശ്നമാണ്. അകത്ത് മിസ്രൈം ഇരിക്കുക. അത് അടക്കത്തിന്റെ വിഷയത്തിൽ കയറി ഇപ്പൊ നമ്മളെ വലിയ ബുദ്ധിമുട്ടുകളുമായിപ്പോ ഇത് വെച്ചുകൊണ്ട് എത്രയോ മണിക്കൂറുകൾ ഇപ്പൊ എല്ലായിടത്തും കാണുന്നത്. ഇപ്പോൾ അപ്പച്ചന്റെ മക്കളും കൊച്ചുമക്കൾ വന്നിപ്പോൾ ഒരു മെനക്കേടാണ്. കൊച്ചുങ്ങൾ അതിനായിട്ട് തന്നെ ഒരു തള്ളയൊന്ന് ചത്തിരുന്ന ഒരു പാട്ട് എല്ലാവർക്കും കൂടെ ചേർന്ന് ഈ തള്ളയാകുകയില്ല. പണ്ട് നമ്മുടെ കുന്നുപറമ്പിലെ തമ്പിയുടെ മോള് ഇളയുടെ പേരെന്തുവാ ഭാവിച്ച? ബേബി. അവളിപ്പം മസ്കറ്റിലുണ്ട്. അപ്പം കുന്നുപറമ്പിലെ തങ്കമാമ മിടുമിടുക്കിയാണല്ലോ. അപ്പൊ ഈ കൊച്ചു പിള്ളേരില്ല, അമ്മച്ചി അരിയുണ്ടൊക്കെ ഉണ്ടാക്കി പാത്ത് വെക്കും. അതിഥികളൊക്കെ വരുമ്പോ കൊടുക്കണ്ടേ. ഇവളവിടെ ഇങ്ങനെ പരതി വെച്ച് നോക്കുമ്പം അരിയുണ്ട കാണും. എടുക്കാൻ ചെല്ലും അമ്മച്ചി ഇവിടെ വെക്കുന്നു. എന്നിട്ട് അവള് പറയും, എന്റെ ഈ തള്ളയൊന്നും ചാകുന്നില്ലല്ലോ. എത്രയോ തള്ളമാരെ വണ്ടി ഇടിച്ച് ചാകുന്നു. ഈ തള്ള ചങ്ങനാശ്ശേരിക്ക് പോയിട്ടൊരു വണ്ടി അവിടെ കല്യാണമൊക്കെ കഴിഞ്ഞപ്പോ ഒരു കൊച്ചുമൊക്കെ മസ്കറ്റിലുണ്ട്. അല്ല, ഇപ്പൊ ചിലർക്ക് അങ്ങനെ എങ്ങനെയും ചത്ത് കിട്ടുകയാണെ നമുക്ക്. ഞാൻ ചോദിക്കട്ടെ, എടാ, ഈ പ്രായമുള്ള വല്യപ്പനും വല്യമ്മയും ജീവിച്ചിരുന്നപ്പോൾ അടുത്ത് ചെന്ന് ഈ മക്കളും കൊച്ചുമക്കളും കൂടെ ഒരു പാട്ട് പാടുകാരനെ അവർ 2 കൊല്ലം കൂടെ ജീവിച്ചാലും വലിയ ആഘോഷം. ഇപ്പൊ പിന്നെ വേറൊരു സുഖമുണ്ട്. നമ്മൾ ബന്ധപ്പെട്ട് രാവിലെ വളരെ ബന്ധപ്പെട്ട് ദുഃഖഭവനത്തിൽ നിന്ന് പോയി അവരുടെ ദുഃഖത്തിൽ പങ്കുചേരുക. ദൈവദാസന്മാര് ജൽദി ചെല്ലുമ്പോൾ ഒരു വാക്ക് പറയാൻ അവസരം കിട്ടിയാൽ ഓക്കെ, ഇല്ലെങ്കിലും കുഴപ്പമില്ല. അന്നേരം പറയും, ഇപ്പോൾ കാനഡയിലുള്ള ബേബി ചായൻ ഇപ്പോൾ ബേബി നട്സും ചവച്ചോട്ട് വന്നിരിക്കുക. മെനക്കേടാണ് ഇതല്ല. അല്ല, ഒരു വാക്ക് വല്ലതും പറയാനോ കുഴപ്പമില്ല, ചുമ്മാ ഇരുന്ന് എന്നെ എല്ലാരും ഞാനിതങ്ങ് പറഞ്ഞതേ ഉള്ളൂ. പറയരുതെന്നല്ല എൻ്റെ വാദം. കാനഡയിലോ അമേരിക്കയിലോ ലണ്ടനിലോ ഒക്കെ ഇരുന്ന് ഒരു വാക്കൊന്ന് പറയട്ടെ, ഈ ദുഃഖത്തിൽ പങ്കുചേരുന്നു. ഇവിടെ എത്രയോ ദൈവദാസന്മാരും ദൈവമക്കളും വണ്ടിക്കൂലി മുടക്കി, അല്ലെ നടന്നല്ലേ ബസ് പിടിച്ച്, അല്ലെ ഓട്ടോ പിടിച്ച്, അല്ലെ തന്നെ ഡ്രൈവ് ചെയ്ത് വന്നിരിക്കുക. അന്നേരം കാനഡയിലെ വേവി ഇരിക്കുന്നു. 1 രൂപ പോലും മുടക്കില്ലാതെ വേവി. ഞാൻ തമാശ പറഞ്ഞതല്ല. നിങ്ങൾ എല്ലാവരും ഒന്നും യോജിക്കത്തില്ല കേട്ടോ, എല്ലാവരും ഒന്നും യോജിക്കുകയല്ല. ഇനി ഇത് മാത്രം കട്ട് ചെയ്തിട്ട് എന്റെ പള്ളക്ക് ഇനി എന്നെ അടിക്കാനാ പോടാന്ന് പറയുന്നത്. ഒരു കാര്യം പറയാ, ഇതിപ്പോ വലിയ ആഘോഷമാണ്. അതെന്നല്ല, ജീവിച്ചിരിക്കുമ്പോ ഒരു പൂ കൊണ്ടു കൊടുക്കുകയല്ല. ചത്ത് കഴിയുമ്പോ ചിങ്ങവനത്തെ പൂ മുഴുവൻ അമ്മയുടെ നെഞ്ചത്തെ വിലങ്ങിച്ച് കിടക്കുകയല്ലയോ. എടാ, ജീവിച്ചിരുന്നപ്പോൾ ഒരു പൂ കൊണ്ട് കൊടുക്കണ്ടേ? വേണ്ടേ? ചത്ത് കഴിയുമ്പോ ഓരോരുത്തരും ഒക്കെ എന്നതായി കാണിക്കുന്നത്. നിങ്ങൾ ചിരിക്കാനും രസിക്കാനും ഞാൻ പറഞ്ഞതല്ല. മാതാപിതാക്കൾ ജീവിച്ചിരിക്കുമ്പോ ചെയ്യേണ്ടത് ചെയ്യണം. സ്തോത്രം. ജീവിച്ചിരിക്കുമ്പോ ഒരു തോർത്ത് കൊണ്ട് കൊടുത്താൽ കുളിച്ചു തോർത്തും. ജീവിച്ചിരിക്കുമ്പോ ചെയ്യാൻ, എന്നിട്ട് ചത്ത് കഴിയുമ്പം പ്രാവ് പറക്കുന്ന അതിനെ ശോശപ്പയോ ശോശപ്പ പണ്ടുണ്ടായിരുന്നു. കോടി. ഇനി ചിങ്ങവനംകാരുടെ കോടി കിട്ടാട്ടെ. അപ്പൊ 2 പേര് അപ്പുറം ഇപ്പുറം നിൽക്കുക. വീട്ടിൽ കഴിയുമ്പോൾ മരിച്ചു. അതിന് അടിയുണ്ടാക്കിയ വീടുണ്ട്. എടുത്ത് പറഞ്ഞു, എനിക്ക് ആ ചുമന്ന കോടി തരണം, ബ്ലൗസ് തയ്പ്പിക്കാനാന്ന്. അത് കൊടുക്കാൻ ഞാൻ കൊയ്ത്തരുവാടുത്ത് മൊത്തം. ഞാൻ തമാശ പറഞ്ഞതല്ല, നടന്ന സ്ഥലമൊക്കെ എനിക്കറിയാം, പേര് പറയാ. എന്തിനാ പൊതുവെ പേര് പറഞ്ഞത്? അതുകൊണ്ടാണ്. പല കോടി കൊണ്ടിട്ടു. അപ്പൊ ഈ തള്ള ഇങ്ങനെ കരഞ്ഞോണ്ടിരിക്കുന്നെങ്കിൽ നോക്കുകയായിരുന്നു കളറ്.
ഇത് കഴിഞ്ഞപ്പം അവര് പറഞ്ഞു എനിക്ക് ആ ചുമന്ന കോടി തരണ്ട. എന്തിനാന്ന് ചോദിച്ചാൽ ബ്ലൗസ് തയ്പ്പിക്കാനാണ്. അതിനെന്തിനാ ചുമന്ന? എനിക്ക് ഞാൻ കൊടുങ്ങല്ലൂര് പോകുമെന്ന്. അപ്പൊ അത് വേറൊരു തീയെടുത്ത് അതിന് അവര് അരിശം കയറി അത് മുഴുവൻ പോയി വായിക്കും. തമാശ പറഞ്ഞതല്ല, നടന്ന സ്പീഡും സ്ഥലവും ആൾക്കാരും എല്ലാം എനിക്ക് ഇപ്പോഴും തിട്ടമാണ്. അതിലൊരു തള്ള തന്നെ ഞാൻ കഴിഞ്ഞ ദിവസം കാണുകയും ചെയ്തു. ഇവിടെ ജീവിച്ചിരിക്കുമ്പോ ഒരു തോർത്ത് കൊടുത്താൽ പോരെ, അവർക്ക് മനസ്സിലാകുമല്ലോ തോർത്താണ്, കുളിച്ചു തോർത്താണ്. ജീവിച്ചിരിക്കുമ്പോ ചെയ്യേണ്ടത് ചെയ്യണം. അപ്പനും അമ്മയും ജീവിച്ചിരിക്കും. ഞാനിത് മരണ വീട്ടിലൊക്കെ പറയും, അപ്പനും അമ്മയും ജീവിച്ചിരിക്കും അടുത്ത് ചെന്ന് കവളെ 2 ഉമ്മ കൊടുക്കുക. അമ്മയ്ക്ക് തൃപ്തിയാ. അന്ന് ഭക്ഷണം കഴിച്ചില്ലെങ്കിലും അമ്മ തൃപ്തിയോടിരിക്കും. എന്റെ മോൻ, എന്റെ മോള്, എന്റെ മരുമകള്, എന്റെ മരുമകൻ, അല്ലെ എന്റെ സഹോദരൻ വന്ന് എനിക്ക് എന്റെ അടുത്തിരുന്ന് വർത്താനം പറഞ്ഞ് എന്റെ കവള് ഉമ്മ തന്നേച്ചാവൻ പോയത് മറക്കുകയല്ല. കൂടെ കൂടെ വേണേ അത് തൂത്ത ചൊന്നൂടെ ഉമ്മ വെക്കും അമ്മ. അങ്ങനെ ഞാൻ കണ്ടൊരമ്മ ചെയ്യുന്നത്. മോൻ വന്ന് ഉമ്മ കൊടുത്തേച്ച് കാറെ കയറി പോയി തിണ്ണയിലിരുന്ന് നോക്കുക. കാറ് മറഞ്ഞപ്പം ആ ഉമ്മ വെച്ച ഭാഗത്ത് ഒന്നുകൂടെ തൂത്തേക്ക് ഒന്നുകൂടെ അമ്മയും. അതാ അമ്മ. മാതാപിതാക്കളെ ജീവിച്ചിരിക്കുമ്പോൾ കയറുകയില്ല, മിണ്ടുകയില്ല, മൃങ്ങേലിക്കയില്ല, വെള്ളവും കൊടുക്കുകയില്ല, ഒരു തൂവാലിക്ക് പോലും ഉപകാരമില്ല. ചത്ത് കഴിയുമ്പോൾ വന്ന് നിരന്നിരിക്കുക, വെള്ള വസ്ത്രമെല്ലാം ധരിച്ച്. ആ ഇരിപ്പ് കണ്ടു കഴിഞ്ഞാൽ ഗബ്രിയേലെ, മാഹായേലെ, മീകായേലെ, അദ്രിയേലെ, ഊറിയേലെ, ഊരിയേലെ തള്ളക്ക് കാശിന് ഗുണം വരുത്താത്തതാണ്. ഇനി പിന്നെ ഉപദേശമാരുടെ ഡെഡ് ഇടയ്ക്ക് ഇപ്പോൾ അന്ത്യചുംബനം ഉമ്മ കൊടുക്കുമ്പോൾ വീഡിയോ നോക്കിയാ ചൗമ കൊടുക്കുന്ന ഒക്കുന്നുണ്ടോ എന്ന്. എന്തിനാ? ഇതാരെ കാണിക്കാനാ? ഇതാരെ കാണിക്കാനാ? ജീവിച്ചിരിക്കുമ്പോ നീ ചെല്ലേ, അടുത്തിരിക്കേ, ചേർന്നിരിക്കേ. അമ്മയ്ക്കും സന്തോഷമല്ലേ, അപ്പനും സന്തോഷമല്ലേ, ദൈവത്തിനും മഹത്വം. ഇടയ്ക്ക് ഞാൻ കയറി ഇത്രയും പറഞ്ഞതേ ഉള്ളൂ. ശവോടക്കിന്റെ വിഷയം പറഞ്ഞുകൊണ്ട് കയറി പറഞ്ഞതാണ്. അല്ല, മാതാപിതാക്കളുടെ അടക്കത്തിന് അവസാനം വഴക്കുണ്ടാക്കിയ വീട്ടുകാരെ അറിയാം. കാശില്ലാത്തവരല്ല, ചെലവാക്കിയതിന്, സ്വന്തം അപ്പനെ അമ്മയും അടക്കിയതിന് എല്ലാവനും ഗൾഫും അമേരിക്കയ. എന്നിട്ട് അടി. എടാ മുടിഞ്ഞവനെ ഒരുത്തനങ്ങ് ചെലവാക്ക്, നിന്റെ തന്തയല്ലേ, നിനക്ക് കോടികളുണ്ടല്ലോ. ഇല്ലാത്തവനല്ല, ഇല്ലാത്തവരങ്ങനെ ചെയ്യത്തില്ല. ഇല്ലാത്തവർ യോജിച്ചു പെട്ടെന്ന് കാര്യം നടത്തും. അതെ അതെ, ഇല്ലാത്തവർ പറയുമ്പോ എന്റെ അച്ഛൻ മരിച്ച, എനിക്ക് ഇച്ചിരി പൈസ വേണം എന്റെ കയ്യിലൊന്നും, അവ പെട്ടെന്ന് കാര്യം നടത്തും. ഉള്ളവൻ പറയുമ്പോ ജോർജ് കുട്ടി എന്തുവാ പറഞ്ഞു? ജോർജ് കുട്ടി ഒന്നും പറഞ്ഞില്ല. അവൻ പറയട്ടെ. തങ്കച്ചൻ എന്നാ പറഞ്ഞു? തങ്കച്ചൻ ഇങ്ങോട്ട് അടുക്കുന്നില്ല. തങ്കച്ചന് അപ്പുറത്തെ വീട്ടിൽ ഇരിപ്പുണ്ട്. അത് തന്തയുടെ മൂന്നാമത്തവന്. ബേബി എന്നാ പറഞ്ഞു? ബേബി വന്ന് കണ്ടേ ചുണ്ട ഇട്ടതാ. പിന്നെ ഇതെല്ലാം ഈ തന്ത ജനിപ്പിച്ചതാ. അയ്യോ, ഞാൻ തമാശ പറഞ്ഞതല്ല. പെറ്റതള്ള മരിച്ചപ്പോ ഞാനൂടെ ഉണ്ട്. ഞാൻ പറഞ്ഞു കൊച്ചമ്മയുടെ നല്ലൊരു ഫോട്ടോ മനോരമ, ഇപ്പോഴല്ലേ മൊബൈലൊക്കെ കുറച്ചുകൂടെ പ്രചാരമായത്. കൊടുക്കാം എല്ലാരും ഉണ്ട്, കൊടുക്കാം എഴുതുക. അപ്പം എഴുതി മൂത്തവന്റെ പേര്, അവന്റെ ഭാര്യയുടെ പേര്, ഇളയവന്റെ പേര്, രണ്ടാമത്തവന്റെ ഭാര്യ, അത് കഴിഞ്ഞ് കൊച്ചുമക്കളുടെ പേര് എല്ലാം കൂടെ എഴുതി വന്നപ്പോൾ ആധാരം എഴുതുന്നത് പോലെ 2 പുറം. കാരണം ഒത്തിരി ഉണ്ട്. എല്ലാം ഞാനിവിടെ കൂടിയാ പറഞ്ഞു കൊടുത്തത്. എഴുതി അവസാനം എഴുതിയേച്ച് ആരാ ഇത് കൊണ്ട് മനോരമയുടെ ഏജന്റിയെ കൊടുക്കണ്ടേ? ആര് കൊടുക്കും? കാരണം കൊടുക്കുന്നവൻ പൈസ കൊടുക്കണം. ആധാരം എഴുതിയതുപോലെ 50 സെന്റിന്റെ ആധാരം എഴുതിയതുപോലെ എഴുതി വെച്ചിരിക്കുക. കാശില്ലാത്ത പിള്ളേരല്ല, ഇഷ്ടം പോലെ കാശുണ്ട്. ഒരുത്തന്റെ തന്നെ കോടിക്കണക്കിനുണ്ട്. അവസാനം പെറ്റതള്ളയുടെ ഒരു വൃത്തിയുള്ള ഫോട്ടോ ഇട്ട് കൊടുത്തില്ല. എന്നെ എല്ലാരും സ്തംഭിച്ചിരിക്കുന്നേ. അതിന് പ്രശ്നമാണ്. ഒരാളെ ഫോട്ടോ എടുക്കാൻ വിളിച്ചു, ഞാൻ വരത്തില്ലെന്ന് പറഞ്ഞു. അപ്പൊ എന്നെ ഫോട്ടോ എടുക്കാൻ നിന്നാൽ അവസാനം എല്ലാവരുടെ കാര്യങ്ങൾ പരിഹരിക്കുമ്പോ പുള്ളി എന്തേലും ചെയ്യണം. അപ്പൊ ഞാൻ നിന്നില്ലല്ലോ, പിന്നെ എനിക്ക് തരേണ്ട കാര്യം.
എങ്ങനെയുണ്ട്? ഞാനിതൊന്നും നിർമ്മിത കഥ പറയുന്നതല്ല, ഇതെല്ലാം കണ്ടതും അനുഭവിച്ചതും കേട്ടതുമായ കാര്യം കൃത്യമായിട്ടാണ് പറഞ്ഞത്. സ്വന്തം മാതാപിതാക്കളെ അടക്കുന്നതിന് ബാർഗെയിൻ ചെയ്ത് പ്രശ്നം ഉണ്ടാക്കുന്നവരുണ്ട്. എന്നാൽ മാന്യമായിട്ട് ചെയ്യുന്ന സഹോദരങ്ങളും ഉണ്ട്, അങ്ങനെയുള്ളവരും ഉണ്ട്. നമുക്ക് ആ വിഷയം വിട്ടേക്കാം. എന്തിനാ വെറുതെ നല്ലൊരു ഉപവാസ പ്രാർത്ഥന വന്ന് അലോഗ്യം ഉണ്ടാക്കി വെച്ച് പോകുന്നേ? നിങ്ങളും പറയും ഇന്നലെയൊക്കെ നല്ല അന്തരീക്ഷമായിരുന്നു, വൈകിട്ട് അയാള് വന്ന് ആകെ വേണ്ട വേണ്ട. നമുക്ക് നല്ലൊരു മനസ്സ് വേണം. മറുഭാഷ പറഞ്ഞുകൊണ്ടൊന്നും കാര്യമായില്ല. മേപ്പോട്ടും കീപ്പോണ്ട് ചാടി കസേര മറിച്ചിട്ടൊന്നും കാര്യമായില്ല. 4 കുപ്പി വെള്ളം കൊണ്ടുവന്ന് അത് മുഴുവൻ കുടിച്ചു തീർത്ത് ഒരു പ്രയോജനമില്ല. വെള്ളം നല്ലതാ, സ്തോത്രം. തമ്പേറിന്റെ ഒരു വശം തല്ലിപ്പൊട്ട് ചൂണർവ് കയറി, ഇനി അത് കുമ്പനാട്ട് കൊണ്ടുപോകണം. അതൊന്നും അല്ല കാര്യം. നല്ലൊരു ഹൃദയം. ഓരോ പ്രാർത്ഥന കഴിയുമ്പോഴും പ്രസംഗിക്കുന്ന ഞങ്ങൾക്കും കേൾക്കുന്ന നിങ്ങൾക്കും ജീവിതത്തിൽ മാറ്റങ്ങൾ വരണം. അങ്ങനെ വരുന്നുണ്ടെങ്കിൽ ആ യോഗം വിജയമാണ്. ആ യോഗമാ വിജയം. അല്ലാതെ മൈക്കിന്റെ ഓളിയും കൂട്ടിയത് കൊണ്ടോ പാട്ടുകാരെ അവിടുന്ന് ഇവിടുന്ന് കൊണ്ട് ഇറക്കി അതുങ്ങൾ അതൊന്നുമല്ല. നമ്മുടെ ജീവിതത്തിൽ മാറ്റം വരണ്ടേ? ആട്ടെ, ഇടയ്ക്ക് കയറി ഇത്ര പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ ശരീരം കൊണ്ട് മിശ്രയും ഇട്ടെങ്കിലും ഹൃദയം കൊണ്ട് ഇപ്പോഴും മിശ്രയുമില്ല. അതുകൊണ്ടാണ് ഈ അടക്കത്തിന്റെ വിഷയത്തിൽ കയറി ഉടക്കുന്നത്. മിശ്രയിമിൽ ശവക്കൊടിയിലായിട്ടാണോ നീ ഞങ്ങളെ ഇങ്ങോട്ട് കൊണ്ടുവന്നു? 2 അകത്ത് മിശ്രയും ഇരിക്കുന്നോണ്ടാണ് ഇവർ പറയാ ഞങ്ങൾ മിശ്രയിമിൽ ഇറച്ചിക്കലത്തിന്റെ അടുക്കലായിരുന്നു. വായിച്ചേ 16:2 പുറപ്പാട് 16:2 പെട്ടെന്ന്. ഇസ്രായേൽ മക്കൾ അവരോട് ആരാ വായിക്കുന്നത്? എവിടാ വായിക്കുന്നത്? ആരാ? ശബ്ദം ഉണ്ടല്ലോ. സ്തോത്രം, നന്നായിരിക്കുന്നു. ഞങ്ങൾ ഈ മിസ്രൈമിൽ ഇറച്ചിക്കലത്തിന്റെ അടുക്കലിരിക്കുക. ദൈവമക്കൾക്ക് ഇരിക്കാൻ സ്ഥലമുണ്ടെന്ന്. ഇത് പോയിരിക്കുന്നത് ഇറച്ചിക്കലത്തിന്റെ അടുക്കലായിരുന്നല്ല. ദൈവമക്കൾക്ക് ഇരിക്കാനും നിൽക്കാനും ഒക്കെ വ്യവസ്ഥയുണ്ട്. 1-ാം സങ്കീർത്തനം കർക്കശോപദേശമാണ് തരുന്നത്. വചനത്തിൽ ഇങ്ങനെ അബ്രഹാം കൂടാരവാതുക്കലിരുന്നു, ലോത്ത് പട്ടണവാതുക്കലിരുന്നു. കൂടാരവാതുക്കലിരുന്നവനോട് ദൈവം പറഞ്ഞു നിന്റെ സന്തതിയെ ഐശ്വര്യമായിട്ട് അനുഗ്രഹിച്ചു. പട്ടണവാതിക്കലിരുന്ന് പാപം കാണുകയും കേൾക്കുകയും ചെയ്തവന്റെ കുടുംബത്തിൽ വിലക്കിട്ടു. അവൻ അപ്പനാൽ 2 പെൺകുട്ടികൾ ഗർഭവതികളായി, മൂത്തവളും പ്രസവിച്ചു, ഇളയവളും പ്രസവിച്ചു. അമ്മോന്യരും മോവാബിരും അവരിൽ നിന്ന് ഉടലെടുത്തു. ആവർത്തനം 23 വിലക്കിട്ട് ഒരു അമ്മോന്യനോ മോവാബ്യനോ യഹോവയുടെ സഭയിൽ പ്രവേശിക്കരുത്. അവന്റെ 10 തലമുറ പോലും ഒരു നാളും യഹോവയുടെ സഭയിൽ പ്രവേശിക്കരുത്. 10 തലമുറയ്ക്ക് വിലക്ക്. ഒരു തലമുറ 33 കൊല്ലമെന്ന സാധാ കണക്ക്. 33 × 10 330 വർഷം എന്ന് പറഞ്ഞാൽ അവൻ പട്ടണവാതിക്കലിരുന്ന് പാപം കണ്ടവന്റെ കുടുംബത്തിൽ 330 വർഷം വിലക്കിട്ടപ്പോൾ കൂടാരവാതിക്കലിരുന്ന് പട്ടണം കണ്ടവനോട് പറഞ്ഞു നിന്റെ സന്തതിയെ ഐശ്വര്യമായിട്ട് അനുഗ്രഹിക്കും. പ്രൈസ് ദി ലോർഡ്. ദൈവമക്കൾക്ക് ഇരിക്കാനും നിൽക്കാനും ഒക്കെ വ്യവസ്ഥയുണ്ട്. ഇവര് പറയാ ഇറച്ചിക്കലത്തിന്റെ അടുക്ക, മിശ്രയിമിൽ ഇറച്ചിക്കലത്തിന്റെ പിന്നെ തൃപ്തിയാകും വണ്ണം കഴിച്ചായിരുന്നു കേട്ടോ. മിശ്രയും അകത്ത് മിശ്രയും ഇരിക്കുക. അകത്ത് മിശ്രയും. 1 അടക്കം, 2 ഇരിപ്പ്. ഇനിയുണ്ട്. വായിച്ചേ സംഖ്യാപുസ്തകം 11:4. അറിവുള്ള വാക്യമാ. വായിച്ചോ. സംഖ്യ 11:4 അറിവുള്ള വാക്യമാ. വായിച്ചു. കണ്ണിക തുടങ്ങുന്നത്. പിന്നെ അവരുടെ ഇടയിലുള്ള സമ്മിശ്ര ജാതി മുഴുവൻ ദുരാഗ്രഹികളായി. ഇസ്രായേൽ മക്കൾ വീണ്ടും കരഞ്ഞുകൊണ്ട് ഞങ്ങൾക്ക് തിന്മാൻ ഇറച്ചി ആര് തരും? ഞങ്ങൾ മിസ്രയീമിൽ വെച്ച് വില കൂടാതെ തിന്നിട്ടുള്ള മത്സ്യം, വെള്ളരിക്ക, മത്തങ്ങ, ഉള്ളി, ചുമന്നുള്ളി, ചിറ്റുള്ളി ഇതെല്ലാം ഞങ്ങൾ ഓർക്കുന്നു. ഇപ്പോഴോ ഞങ്ങളുടെ പ്രാണൻ വിശപ്പ് കൊണ്ട് പൊരിഞ്ഞിരിക്കുന്നു. ഈ മന്നയല്ലാതെ വേറൊന്നും ഇല്ലെന്ന്. എങ്ങനെയുണ്ട്? 1 അടക്കം, 2 ഇരിപ്പ് ശരിയല്ല, 3 ശാപ്പാട്.
അനന്തരം അവരുടെ ഇടയിലുള്ള സമ്മിശ്ര ജാതി എന്ന് പറഞ്ഞാൽ സമ്മിശ്ര ജാതി. മനസ്സിലാകുന്ന ഭാഷ പറഞ്ഞ അവരുടെ കാര്യമല്ലേ എന്ന് പറഞ്ഞ ഇസ്രയേലാന്നോ അതുമല്ല, മിസ്രൈമിലാന്നോ അതായത് സമ്മിശ്ര ജാതി. പെന്തിക്കോസാന്നോ അതുമല്ല, എന്നാ സമുദായമാണോ അതായത് സമ്മിശ്ര ജാതി. നമ്മൾ ചോദിക്കല്ലേ പെന്തിക്കോസിലാന്നോ? ഇല്ല, അങ്ങനൊന്നും ഇല്ല, ഇടയ്ക്കൊക്കെ ഇങ്ങനെ സമുദായത്തിലാണോ? ഓ ഇല്ല, ഇങ്ങനെ ഞാൻ എല്ലായിടത്തും ആയിക്കോട്ടെ. ഓ അതിനറിയത്തില്ല മോളെ, പിന്നെ പറയാം. അത് ചോദിക്കുന്നത് എവിടാണ്? സമ്മിശ്ര ജാതി ആകരുത്. നീ ഒന്നെങ്കിൽ പ്യുവർ പെന്തിക്കോസ് ആയിരിക്കണം, ഇല്ലേ സമുദായമായിരിക്കണം. മനസ്സിലായോ? ഞായറാഴ്ച 10 മുതൽ 1 മണി വരെ പെന്തിക്കോസ്, 2:30 ആകുമ്പം പണ്ട് നമ്മുടെ ചർച്ചോക്കോടിലെ ML ജോർജ് കുട്ടി ഉണ്ടായിരുന്നല്ലോ, അടൂര് തുവയൂര് ML ജോർജ് കുട്ടി. പുള്ളിയുടെ അപ്പച്ചൻ രക്ഷിക്കപ്പെട്ടതല്ല. അപ്പൊ പുള്ളിയുടെ അപ്പച്ചൻ പറഞ്ഞത്, എന്തുവാടാ നിന്റെ പെന്തിക്കോസ് ഉന്തിക്കോസ്? രാവിലെ 10 മുതൽ 1 മണി വരെ പെന്തിക്കോസ്, 2:30 ആകുമ്പം ഉന്തിക്കോസ്. നീ ശരിയായി നിൽക്കണം ഈ ഉപദേശത്തിന് വേണ്ടി. എന്ത് കഷ്ടനഷ്ടങ്ങൾ വന്നാലും സമ്മിശ്ര ജാതി. ഇസ്രയേലാണോ അതുമല്ല, മിസ്രൈമിലാണോ അതുമല്ല. ബിയത്തമ്പിച്ച പണ്ട് പറയുമായിരുന്നു, കിണറാണോ അതുമല്ല, കുളവാണോ അതുമല്ല, കൊളറ്. കിണറും അല്ല, കുളവും അല്ല. പണ്ട് ഞാൻ നോർത്ത് ഇന്ത്യ എന്ന് വന്നപ്പം 2 പേര് കൂടെ ഉണ്ട്, കസിൻസാണ്. അപ്പൊ ഞാനും ഉണ്ട്. അപ്പം തീവണ്ടി യാത്രയിലെ ചായ വന്നു, ചായ. അപ്പൊ അവര് ചായ എന്നും പറഞ്ഞ് വരുവാ. അപ്പം ഒരുത്തൻ അവനോട് ചോദിക്കുക, പേര് ചോദിച്ചു പറഞ്ഞു, ഞാനൊരു പേരിടുക, പേര് വേറെയാ. ഇപ്പൊ ഞാനൊരു പേരിടുക, ചിലപ്പോ ഓൺലൈനിൽ കാണും അവന്, വെറുതെ എന്തിനാ. അപ്പം പേര് ഞാനങ്ങ് മാറ്റുക. അപ്പൊ ഇവൻ മറ്റോണ്ട് ചോദിക്കുക, ബാബു ചായ വേണോ? വേണ്ടല്ലോ. രണ്ടും പുള്ളി തന്നെ പറഞ്ഞു, ചായ വേണോ? വേണ്ടല്ലോ. അപ്പൊ മറ്റവനെ വേണ്ടണം. രണ്ടും നല്ല പൊരിഞ്ഞ വിദ്വാന്മാർ. പിന്നെ 2 പേർക്ക് ഞാൻ ചായ മേടിച്ചു കൊടുത്തു. വേണ്ടെണ്ണത്തിനും കൊടുത്തു, വേണോ വേണ്ടല്ലോ ഉള്ളതിലും 2 പേരും വലിച്ചു കുടിക്കുന്നതും കണ്ടു. അല്ല, അങ്ങനെ നല്ല പൊരിഞ്ഞ വിദ്വാന്മാരുണ്ട്. ഉണ്ട്. പ്രഗത്ഭനായ ഒരു ഉപദേശി ഉണ്ടായിരുന്നു. കാശില്ലാത്ത ആളല്ല, കാശൊക്കെ ഉള്ളയാളാ. പിള്ളേരൊക്കെ അന്നത്തെ കാലത്ത് വിദേശ രാജ്യത്തുള്ളതാ, പേരൊന്നും പറയുന്നില്ല. പുള്ളിയുടെ കൂടെ നമ്മൾ അനുഭവസ്ഥര് പറഞ്ഞത്, ആ ബസ് കയറാൻ ബസ് സ്റ്റോപ്പിൽ അങ്ങോട്ട് നിൽക്കുമ്പോൾ ബസ് വന്ന ഉടനെ പുള്ളി നോക്കും കണ്ടക്ടർ ഇവിടെ നിൽക്കുന്നത്. ഫ്രണ്ടിലാന്നേ പുള്ളി പുറകെ കൂടെ കയറിച്ച് കൂടെയുള്ള ആളെ പുറകിലോട്ട്. 2 വാതിലുണ്ടല്ലോ, മനസ്സിലായല്ലോ. ബസ് നിൽക്കുമ്പോൾ പുള്ളി നോക്കും കണ്ടക്ടർ മുന്നിലാന്നോ, മുന്നിലാണെങ്കിൽ കൂടെയുള്ള ജോർജ് കുട്ടി ഇങ്ങോട്ട് കയറിക്കോളാം, പുറകിലാന്നേ പറയും അങ്ങോട്ട് കയറിക്കോ, ഞാനിതിൽ കാര്യം എന്നാന്ന് പിടികിട്ടി കാണും. മനസ്സിലായില്ലേ? അയ്യോ, ഒന്നല്ല, പൊരിഞ്ഞ വിദ്വാന്മാരുണ്ട്. ഉണ്ട്. നമ്മൾ ചില നിങ്ങൾക്കും അനുഭവം ഉണ്ടാ. ചായ ഇടണോ? കൊടുക്കാൻ മനസ്സുള്ളവൻ ചോദിക്കുന്നത് മധുരം ഉപയോഗിക്കുമോ എന്ന് ചോദിക്കും. അന്നേരം വന്നവന് മനസ്സിലാകും ചായയോ കാപ്പിയോ എടുക്കാനാ. വേണ്ടെങ്കിൽ അവൻ പറയുമോ, ഞാൻ കുടിച്ചേച്ച് വന്നതാ, എനിക്കിപ്പം വേണ്ട. ആഗ്രഹമുള്ളവനാന്നേ പറയും മധുരം ഉപയോഗിക്കും, അല്ലെ കുറച്ച്. അതായത് ഇതിന്റെ മര്യാദയാണ്. അതിന് ചോദിക്കാം, ചായ എടുക്കണോ? അതിനാ കണിയാരോട് സമയം ചോദിക്കണോ? ഇന്ന് ചായ ഇടാനായിട്ട് ഒന്ന് സമയം നോക്കിയാ. രാഹുകാലം വലിയ വിദ്വാന്മാരുണ്ടെന്ന്. വേറൊരു വീട്ടിലെ നമുക്ക് വേണ്ടപ്പെട്ട ഒരു സഹോദരൻ ചെന്നപ്പോ എന്നോട് പറഞ്ഞതാ. അദ്ദേഹം ചെന്നപ്പോ ആ സഹോദരി ഏതാണ്ട് അലുവായോ കേക്കോ ഏതാണ്ടൊക്കെ എടുത്ത് വെച്ചോണ്ട്
ഇവൻ വലിയ വിദ്വാനാ. അവൻ പറഞ്ഞു, എടി ജെസ്സി ഇപ്പോഴാണോ ഇതൊക്കെ എടുത്തു വെക്കുന്നത്? കൊണ്ടുവെക്ക്, രാവിലെയാണോ ഇതൊക്കെ? അവന് കൊടുക്കാൻ മനസ്സില്ല. ആള് പെന്തിക്കോസില്ല, പേരൊന്നും ഞാൻ പറയത്തില്ല. അതിനുള്ള ധാരാളം ആൾക്കാരുണ്ട്. നല്ല മനസ്സുണ്ടായിരിക്കണമെന്നായി പറഞ്ഞത്. നല്ല മനസ്സ്. ഇവര് പറയും ഞങ്ങൾ സമ്മിശ്രയാണ് എന്ന് പറഞ്ഞ ഇസ്രയേലാണോ? അതുമല്ല, മിസ്രയീമല്ല. ഞാനൊരു കാര്യം പറയാം, നീ പെന്തിക്കോസാന്നുള്ള രീതി വേണം പോകാനും നടക്കാനും വരാനും ഇടപാട് മുഴുവൻ. ഞായറാഴ്ച സഭയ്ക്കകത്ത് വരുമ്പോഴല്ല നീ പെന്തിക്കോസാന്നറിയുന്നത്. ഇത് കഴിഞ്ഞ് ചിങ്ങമനം ടൗണിൽ നിൽക്കുമ്പോഴും നിന്നെ കാണുമ്പോൾ മനസ്സിലാകണം നീ പെന്തിക്കോസാണ്. ജോലി സ്ഥലത്തും മനസ്സിലാകണം നീ ജോലി ചെയ്യുന്നിടത്ത് ആരും അറിയരുതെന്നും പറഞ്ഞ. കാരണം ഓഫീസിൽ ഇരിക്കുന്ന അടിച്ചു മാറ്റും, അവിടെ ഇരിക്കുന്ന ക്ലിപ്പും മുട്ടുസൂചിയും, അങ്ങനെയുള്ള ആൾക്കാരുണ്ട്. അവിടുത്തെ പേപ്പറും എല്ലായിടത്തും വീട്ടിൽ കൊണ്ട് പിന്നെ അവിടെ അങ്ങനെ പെന്തിക്കോസാണ് പറയുന്നത്. ആശുപത്രി ജോലി ചെയ്യുന്ന എല്ലാവരും അല്ല. ഇപ്പൊ പിന്നെ ക്യാമറ ഒക്കെ വെച്ചുകൊണ്ട് അവിടെ ഇരിക്കുന്ന പഞ്ഞിയും കുളിയും എല്ലായിടത്ത് തന്നെയാണ് തലവേ ഇപ്പൊ തന്നെ അവിടെ ഇരുന്ന എങ്ങനെ 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 പെന്തിക്കോസ് നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടല്ലോ. സമ്മിശ്രജ്ഞാനം. അപ്പൊ ഇവരുടെ ഇടയിലെ സമ്മിശ്രജ്ഞാനം മുഴുവൻ ദുരാഗ്രഹികളായി. അടുത്ത വാക്യം, ഇസ്രായേൽ മക്കൾ വീണ്ടും കരഞ്ഞു. ഇവർക്ക് കൂടെ കൂടി ഇങ്ങനെ മുതല കണ്ണീരൊഴുക്കും കേട്ടോ. ഹൃദയത്തിൽ നിന്നല്ല, അകത്തിൽ നിന്നല്ല, ചുമ്മാ കണ്ണീരൊഴുക്കുക. ഇസ്രായേൽ മക്കൾ വീണ്ടും കരഞ്ഞുകൊണ്ട് ഞങ്ങൾക്ക് തിന്മാൻ ഇറച്ചി ആര് തരും? അടുത്തത്, ഞങ്ങൾ മിസ്രയീമിൽ വെച്ച് വില കൂടാതെ തിന്നിട്ടുള്ള ഈ ചിലരങ്ങനെ കാശ് മുടക്കി ഒന്നും ചെയ്യുകയല്ല. അങ്ങനെയുള്ള ചില ആൾക്കാരുണ്ട്. സാമ്പത്തികമായിട്ട് മെച്ചമില്ലാത്ത ആൾക്കാരുണ്ട്, ഞെരുക്കത്തിൽ കൂടെ പോകുന്നവരുണ്ട്. അവരെ നമുക്കറിയാം. എന്നാൽ ചിലരങ്ങനല്ല. ഇഷ്ടംപോലെ സ്വത്തുമുണ്ട്, ബാങ്കിലും കിടപ്പുണ്ട്, എസ്റ്റേറ്റുമുണ്ട്, റബ്ബർ തോട്ടമുണ്ട്, വീടുമുണ്ട്, ചുറ്റുപാടുമുണ്ട്. എല്ലാവരുടെയും കാര്യമല്ല. ഇതെല്ലാം ഉണ്ടേലും അറത്ത കൈക്ക് അങ്ങനെയുള്ള ആൾക്കാരുണ്ട്. ഉണ്ട്. നിങ്ങൾ ചിലരെ ശ്രദ്ധിച്ചേ, വീട്ടിലൊരു നല്ല ഭക്ഷണം ഉണ്ടാക്കി കഴിക്കുകയല്ല, ഒറ്റ കല്യാണം വിടുകയല്ല. എന്നും കാണാൻ തയ്യാറാപ്പള്ളിയുടെ അവിടെ ഇല്ലേ, പുത്തൻപള്ളിയുടെ പാരീഷ് കാളിൽ മാപ്പിളയും പെമ്പിളും എപ്പോഴും അവിടെ ഒറ്റ കല്യാണം മുടക്കുകയല്ല. വീട്ടിലൊരു നല്ല കൂട്ടാനുണ്ടാക്കി കഴിക്കുവോ? എന്നാ താടിക്ക് എടുത്ത് സങ്കടപ്പെട്ടിരുന്നു? എന്നാ പറ്റി? അല്ല, ചിലരുടെ കാര്യമാ പറഞ്ഞത്. അമ്മാമ്പയ്ക്കും ചിലപ്പോ ചിലരെ ഓർമ്മ വന്ന് കാണും. പിന്നെ സ്തോത്രം, ചില വില കൂടാതല്ലേ. ഇപ്പോഴത്തെ കല്യാണമെല്ലാം പെന്തിക്കോസുകാരുടെ ഒക്കെ വലിയ ആഘോഷം. എന്തോ ആർഭാടമാണ്. ആഘോഷമല്ല, ഭയങ്കര ആർഭാടമാണ്. ചിലപ്പോ നമുക്കും സങ്കടമൊക്കെ തോന്നും. കല്യാണത്തിനെ കൊണ്ട് മുന്നേ ചെല്ലുമ്പോൾ ഇപ്പം കാറ്ററിംഗുകാർ അവിടെ ഏതെല്ലാം ടൈപ്പ് കുടിക്കുന്നത് ജ്യൂസ്, ഏതെല്ലാം കളറാണ്, ഇഷ്ടം പോലെ. ചിലരെല്ലാത്തിൽ നിന്നും എടുത്ത് കുടിച്ചു പോകുന്ന കാണാം. എല്ലാത്തിൽ നിന്നും നിരന്ന് നിന്ന് അന്ന് വെള്ളം കുടിക്കും പോലെ കുടിച്ച് അവിടെ ഓരോന്നൊക്കെ ഉണ്ടാക്കും. പിന്നെ കട്ട്ലേറ്റ്, പിന്നെ സമൂസ, പിന്നെ അങ്ങനെ ഒത്തിരി എനിക്കറിയത്തില്ല, ഇഷ്ടം പോലെ ഉണ്ട്. അതെല്ലാം എല്ലാത്തിനും ദീനമാ കേട്ടോ. ഷുഗറ്, കൊളസ്ട്രോള്, പ്രഷറ്, ചില ഒരുപാട് ഗുളികയായിട്ടാ പോകുന്നത്. ഇതെല്ലാം തിന്നുവെച്ച് അതും ഭാര്യ അങ്ങ് വിഴുങ്ങുക. പണ്ടൊരാൾ കിട്ടുന്ന വെച്ച് ഇത് തന്നെ, അത് നിങ്ങൾ അറിയാത്തൊരു ഭക്ഷണം എനിക്കുണ്ടെന്ന്. നിങ്ങൾ അറിയാത്തൊരു ഭക്ഷണം. ഇതിന് വേണ്ട ആർത്തി. പ്രാർത്ഥിക്കാതെ വരെ കഴിക്കുന്ന പെന്തിക്കോസുകാരുണ്ട്. പ്രാർത്ഥിക്കാതെ വരെ നമ്മളിങ്ങനെ പ്രാർത്ഥിച്ചില്ലേ? ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ടല്ലോ, എപ്പോഴും പ്രാർത്ഥനയാണല്ലോ. അങ്ങനെയുണ്ട്. പണ്ടൊരു പ്രധാനപ്പെട്ട യോഗം നടന്നപ്പം അല്പം താമസിച്ചു. ഞാൻ ഉപദേശിമാരോടും പറയും, യോഗം കഴിയുമ്പോഴേ ഭക്ഷണം ഉണ്ടെങ്കിൽ അന്നേരം പ്രാർത്ഥിച്ചു വെക്കണം. അതിനായിട്ട് പിന്നെ കിടന്ന് ബഹളം ഉണ്ടാക്കണം. പുള്ളി ഭക്ഷണം കഴിച്ചൊരു താറാമുട്ട എടുത്ത് കഴിച്ചു. താറാമുട്ട വായിരുന്നപ്പോൾ സ്റ്റേജിൽ എന്ന് പറഞ്ഞു, ജോർജ് കുട്ടി പ്രാർത്ഥിച്ചു. പുള്ളി നോക്കൂ, കുഹയോടെ പ്രാർത്ഥിക്കാൻ ഞാൻ വായിക്കാത്ത മുട്ട ഇരിക്കുക. അല്ല, അങ്ങനെയുള്ള ആൾക്കാർ ഉണ്ടെന്നായി പറഞ്ഞത്. വീട്ടിലൊരു നല്ല ഭക്ഷണം ഉണ്ടാക്കി കഴിക്കുകയല്ല.
എന്റെ ഭാഷയിൽ പറയാം, ഓസിന് എവിടെയെങ്കിലും കിട്ടുവാണെങ്കിൽ, പണ്ട് VT ജോസഫ് പറയുമായിരുന്നു, മാത്തന് പോത്ത് സൊളിവിൽ. മാത്തന് പോത്ത്, അതോ നല്ല പെരുക്കുമായിരുന്നു പെരുക്കുന്നത്. അതെ അതെ, പറയുന്നില്ല ഞാന്. ഇത് മുഴുവൻ ഇന്നാളൊരു തള്ള ഞാൻ ശ്രദ്ധിച്ചു. നമ്മ ഈ വലിയ കല്യാണമാണ്, അപ്പൊ ഈ ആപ്പിളും മുന്തിരിങ്ങായും അങ്ങനെയുള്ളതെല്ലാം കൊണ്ട്, ഫ്രൂട്ട്സ് എല്ലാം കൊണ്ട് ഇങ്ങനെ വെച്ചിരിക്കുക വള്ളത്തേലെ. എല്ലാവരും പ്രൗഢി. ഇതുള്ള കുറച്ചെടുത്ത് വായുവിനകത്തിട്ടുണ്ട്. ഇവര് തിന്ന് പദം വന്ന തള്ളയാ. എനിക്കൊന്ന് ഇനി ബാക്കി വീട്ടിൽ കൊണ്ടുപോയി എന്നാർത്തിയാന്നോ ഇതിനെല്ലാം. എന്നെ എല്ലാവർക്കും ഒരു അല്ല, അവിടെ അങ്ങനെ എഴുതിയേക്കുന്നത് വില കൂടാതെ. വായിച്ചേ വില കൂടാതെ തിന്നിട്ടുള്ള കാശ് മുടക്കില്ലല്ലോ. കാശ് മുടക്കണ്ടല്ലോ. ഫ്രീ ആയിട്ട് എന്തെങ്കിലും സാധനം കൊടുക്കുന്ന പറഞ്ഞ ആള് തള്ള. പഞ്ചായത്ത് രണ്ട് പെടക്കോഴിയെ കൊടുക്കുന്നു, തലേന്നേ പോയി കിടക്കും. ആരാധനയ്ക്കൊന്ന് വരാൻ പറഞ്ഞാലോ. പക്ഷെ എനിക്ക് വരണമെന്നുണ്ട്, മുട്ടിനങ്ങ് എനിക്ക് കാലിങ്ങനെ പൊക്കി ബസ്സിലോട്ട്, വീടിന്റെ അവിടെ നിന്ന് സഭകളിലോട്ട് വരാൻ 500 മീറ്റർ. ഞാൻ നോക്കിയപ്പം 3 വണ്ടി കയറി ചിങ്ങവനത്ത് കല്യാണത്തിന് നിൽക്കണം. 3 വണ്ടി കയറി. അന്നേരം ഇപ്പം മുട്ടിന് വേദന. ഞാൻ കിടന്നാ വന്നേ. ഇതൊക്കെ ദൈവം തമ്പുരാൻ കണ്ടോണ്ടിരിക്കുക. കല്യാണത്തിന് പോകരുതെന്നല്ല പറഞ്ഞ, ഞാനും പോകുന്നയാളാ. അത് പൊക്കൂ, അതല്ല വിഷയം. നീ ദൈവിക വിഷയങ്ങൾക്ക് പ്രഥമ സ്ഥാനം കൊടുക്കണം. അത് പറയാനാ ഇവർ പറയാ സമ്മിശ്ര ജാതി. പിന്നെ അവരുടെ ഇടയിലുള്ള സമ്മിശ്ര ജാതി മുഴുവൻ ദുരാഗ്രഹികളായി ഇസ്രായേൽ മക്കൾ വീണ്ടും കരഞ്ഞുകൊണ്ട് ഞങ്ങൾക്ക് തിന്മാൻ. എന്നെ നോക്കാൻ അങ്ങോട്ട് വായിക്കാം മാമേ. ബാക്കി അങ്ങോട്ട് വായിക്കാം. എന്നെ നോക്കി ഇവിടെ ആണോ എഴുതി വെച്ചേക്കുന്നത്? ഞങ്ങൾ മിസ്രയീമിൽ വെച്ച് വില കൂടാതെ തിന്നിട്ടുള്ള മത്സ്യം, വെള്ളരിക്ക, മത്തങ്ങ, ഉള്ളി, ചുവന്നുള്ളി. ഇപ്പൊ ഉള്ളി എത്ര ടൈപ്പാ? കൊച്ചുള്ളി, സവാള, വെളുത്തുള്ളി. ഇതുങ്ങളെല്ലാം മിസ്രയീമിൽ കിടന്ന് ഉള്ളി നിന്ന് ഊപ്പാട് വന്നതുങ്ങളാണ്. എന്നിട്ട് അകത്തിൽ ഇതുവരെ ഇത് പോകുന്നുമില്ല. ഹൃദയത്തിനകത്ത് മുഴുവൻ മിസ്രയീം ഇരിക്കുക. ഒന്ന്, ഹൃദയം കൊണ്ട് മിസ്രയീമിലോട്ട് പോയി, അടക്കത്തിന്റെ വിഷയത്തിലുടക്കം. 2, ഇരിപ്പ് ശരിയല്ല. 3, ശാപ്പാട് വിഷയം. ഒരു കാര്യം ഇവിടെ പറഞ്ഞാൽ ഭാഗം വിടാം. മിസ്രയീമിലാണ് തെളിയിക്കുക. 14:2 സംഖ്യ 14:2 മിസ്രയീമിലാണ് തെളിവ്. സംഖ്യ ഇസ്രായേൽ മക്കൾ എല്ലാവരും മോശയ്ക്കും അഹരോനും വിരോധമായി. അടുത്തത് നല്ല പ്രത്യാശ. അടുത്തത് വായിച്ചു. മരിച്ചു പോയിരുന്നെങ്കിലും വലിയ തരക്കേടില്ല. അടുത്തത് വാണാൽ വീഴേണ്ടതിന് യഹോവ ഞങ്ങളെ ആ ദേശത്തേക്ക് കൊണ്ടുപോകുന്നത് എന്തിന്? അടുത്തത് അടുത്തതും കൂടെ വായിച്ചു. നാം ഒരു തലവനെ നിശ്ചയിക്കണം. നമുക്കൊരു നേതാവിനെ വേണം. നേതാവ് കളിക്കണം തിരിച്ചു പോകാനേ എന്ന് പറഞ്ഞാൽ നമുക്കൊരു തെരഞ്ഞെടുപ്പ്, ഒരു നേതാവിനെ വേണം. നമുക്കൊരുത്തനെ തെരഞ്ഞെടുക്കണം. ന്യായമായ നിലയിലുള്ള തെരഞ്ഞെടുപ്പാന്നേ കുഴപ്പമില്ല. ഇത് പല തെരഞ്ഞെടുപ്പ് സൂത്രത്തിലാണ്. കൂടെ നിൽക്കുന്നവന്റെ കുതികാല് വെട്ടി അവന്റെ കാല് വാരി അവനെ തേജോവധം ചെയ്ത് അവനെ ഒതുക്കി നശിപ്പിച്ചേച്ച് കയറാൻ നിൽക്കുക. ഞാൻ ഇതിപ്പം ചർച്ച കോഡായതുകൊണ്ട് ഞാൻ പറയാം. എന്റെ അഭിപ്രായമാ പറയുന്നത്. എന്റെ അഭിപ്രായം, ഈ CC തോമസ് അല്ലേ, CC തോമസ് ഇപ്പം ഓവർസിയർ ആയിട്ടിരിക്കുക. ഞാൻ മുൻപും മുളക്കുഴയിൽ പോയിട്ടുണ്ട്. ഈ അടുത്ത സമയത്ത് മുളക്കുടെ 1-2 കല്യാണത്തിനുമൊക്കെയാ പോയത്. ഒരു ശവസംസ്കാരത്തിനുമൊക്കെ പോയി. എന്ത് മനോഹരമായിട്ടാ ഹെഡ് ക്വാർട്ടേഴ്സ്. എന്ത് മനോഹരമാണ്.
പെന്തിക്കോസുകാരുടെ കൂട്ടത്തിൽ ഇന്ന് കേരളത്തിൽ ഇതുപോലൊരു ഹെഡ്ക്വാർട്ടേഴ്സ് ഇല്ല. അവിടെ പുതുതായിട്ട് പണിത ഓഡിറ്റോറിയം, കാറ് പാർക്ക് ചെയ്യാനും പൂച്ചട്ടിയൊക്കെ എന്ത് മനോഹരം വൃത്തി. ദൈവം കഴിഞ്ഞാൽ അദ്ദേഹത്തെ ദൈവം ശക്തമായിട്ട് ഉപയോഗിച്ചു. അദ്ദേഹത്തിന്റെ കഴിവും കൂടാ. ദൈവമായി ഇതെല്ലാം ചെയ്യുന്നത്. ദൈവസഭയെ സ്നേഹിക്കുന്ന ദൈവമക്കൾ സംഭാവനയും ചെയ്തു. അത് വിനിയോഗിക്കാൻ ഒരാൾ വേണ്ടേ? എന്റെ അഭിപ്രായം ഒരു 10 കൊല്ലവും കൂടി ഇരിക്കണമെന്നാണ് എന്റെ അഭിപ്രായം. ദൈവം അനുവദിക്കുകയാണ്. നിങ്ങൾക്ക് യോജിപ്പില്ലെന്നാ തോന്നുന്നത്, അതെനിക്ക് വിഷയമല്ല. എനിക്ക് എന്റെ അഭിപ്രായം പറയാറുണ്ട്. ഒരുവൻ നേതൃത്വ സ്ഥാനത്ത് വന്ന് കാര്യങ്ങൾ നന്നായി കൊണ്ടുപോയി കുഴപ്പമില്ലെങ്കിൽ അത് പോകുന്നതല്ലേ നല്ലത്. എന്റെ അഭിപ്രായമാണ് കേട്ടോ. നിങ്ങളിപ്പോ ചെല്ലിക്കും CC കാശെങ്ങാണ്ട് കൊടുത്ത് എനിക്ക് CCയും തന്നിട്ടില്ല, PCയും തന്നിട്ടില്ല. ശുശ്രൂഷിക്കുമ്പോൾ അതിന്റെ നന്മ തന്നിട്ടുണ്ടെന്നല്ലാതെ അങ്ങനൊന്നും എനിക്ക് വേണ്ടേം താനും. എന്റെ അഭിപ്രായമാണ് പറഞ്ഞത്. അനേക സഭകളുടെ ഹെഡ്ക്വാർട്ടേഴ്സുകളിൽ പോയിട്ടുണ്ട്, കണ്ടിട്ടുണ്ട്. പക്ഷെ എന്ത് മനോഹരമായിട്ടാ മുളക്കുഴ സിയോൻ കുന്ന്. അയ്യോ, ആ സാഹിബ് വന്ന് ദൈവകൃപയെ ശരണപ്പെട്ടതെല്ലാം ഇടമെല്ലാം വാങ്ങി. അതിപ്പോ എന്ത് മനോഹരമായിട്ടിരിക്കുന്നു. ഒരു നല്ല നേതൃത്വം നമുക്ക് ആവശ്യമാണ്. പക്ഷേ ആ നേതൃത്വം സൂത്രത്തിൽ ചതിച്ച് ഒരുത്തനെ തകർത്ത് തേജോപം ചെയ്ത് നശിപ്പിച്ച് നീ കൈക്കലാക്കരുതെന്ന എന്റെ വാദം. കൂടെ നിൽക്കുന്നവനെ കാലുവാരി, കൂടെ നിൽക്കുന്നവന് തോർപ്പുട വെച്ച് അവനെ തേജോപതം ചെയ്ത് അവൻ പോകുന്ന വഴിയിൽ അവന്റെ വണ്ടിക്ക് അള്ളു വെച്ച്, അള്ളന്നല്ലേ പറയാതെ, അയ്യോ അള്ളം പറയല്ലോ, വെക്കുകയല്ലയോ എല്ലാരും മുഴുവൻ അള്ള. പക്ഷെ അതൊന്നും നിലനിൽക്കുകയല്ല. ഇവര് പറയാ നമുക്കൊരു തെരഞ്ഞെടുക്കണം, ഒരു തലവനെ തെരഞ്ഞെടുത്ത് നമുക്ക് മിസ്രൈമിലോട്ട് പോകാം. എന്നെ കേൾക്കുന്ന പ്രിയരെ, ഇനി മിസ്രൈമിലോട്ട് പോകരുത്. ഒരു പഴയ പാട്ടുണ്ട്, അത് ചേർന്ന് പാടി. ചുമ്മാ ഇരിക്കല്ലോ എത്ര നേരം, ഒരു പാട്ട് പാടിക്കേ. മിസ്രൈമിട്ടതിൽ ആശ്വാസദേശം മുൻപിലുണ്ട്. മിസ്രൈമിട്ടതിൽ ഒന്നോ ആശ്വാസദേശം മുൻപിലുണ്ട്. കൈകൊണ്ടു നീ കാത്ത വീടുകൾ മേടകളൊക്കെയും അതിലുണ്ട്. കൈകൊണ്ടു കരമുയർത്തി ദൈവത്തെ സ്തുതിക്കാം. ഓടിച്ചു മുമ്പോട്ട് പോകാൻ കമ്പിവാചകം പോലെ പറഞ്ഞങ്ങ് നിർത്താം. ദൈവത്തിന് സ്തോത്രം. ആഭിചാരം പറ്റാത്തതിന്റെ ഒന്നാമത്തെ കാര്യം, ഇവര് മിസ്രയീം വിട്ടുപോകുന്നത് മക്കളാ. മിസ്രയീം വിട്ടെന്ന് പറഞ്ഞാൽ ഇവർ രക്ഷിക്കപ്പെട്ട് ചെങ്കടല കിടന്ന് സ്നാനപ്പെട്ടു. ആഭിചാരം പറ്റാതിരിക്കണമെങ്കിൽ നീ രക്ഷിക്കപ്പെടണം, നീ വെള്ളത്തിൽ മുങ്ങി സ്നാനപ്പെടണം. രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെടുന്ന ദൈവത്തിന് ഒരാഭിചാരവും പറ്റത്തില്ല. 2, ആഭിചാരമേക്കാത്തതിന്റെ രണ്ടാമത്തെ കാര്യമാണ് നമ്മൾ ചിന്തിച്ചത്. ഇവര് വേർപാട് പാലിച്ച ദൈവമക്കളാ. 23:9 ഇവിടെ വായിച്ചേ. ശിലാഗ്രഹത്തിൽ നിന്ന് പിന്നെ ഗിരികളിൽ നിന്ന് ഞാൻ അവരെ ദർശിക്കുന്നു. അടുത്തത് ഇതാ തനിച്ചു പാർക്കുന്ന ഒരു ജനം.
സ്തോത്രം. ദൈവത്തിന് മഹത്വം. ആഭിചാരം പറ്റാതിരിക്കണമെങ്കിൽ വേർപാട് പാലിക്കണം. അത് തന്നെ ഞാനും പറഞ്ഞു. വേർപാട് പാലിക്കണം. വേർപാട്. ശിലാഗ്രഹത്തിൽ നിന്ന് ഞാൻ അവനെ കാണുന്നു, ഗിരികളിൽ നിന്ന് ഞാൻ അവനെ ദർശിക്കുന്നു. അടുത്ത പദം വായിച്ചേ മാമ. ഇതാ തനിച്ചു പാർക്കുന്ന ഒരു ജനം ജാതികളുടെ കൂട്ടത്തിൽ എണ്ണപ്പെടുന്നില്ല. എന്നെ കേൾക്കുന്ന സകല ദൈവമക്കളോട് പറയാ, നിനക്ക് ആഭിചാരം പറ്റത്തില്ല, ലക്ഷണവിദ്യ ഏൽക്കത്തില്ല. പക്ഷെ വ്യവസ്ഥ എന്നാന്നറിയാമോ? നീ വേർപാട് പാലിക്കണം. വേർപാട് പാലിക്കണം. ലോകക്കാരെ പോലല്ല, സമുദായക്കാരെ പോലല്ല, ഇതര മതസ്ഥരെ പോലല്ല. അതല്ലേ എസ്തേർ 3:8 വായിച്ചത്? ഹാമാൻ അഹശ്വേരോശ് രാജാവിനോട് പറയുക, അല്ലയോ അഹശ്വേരോശ് രാജാവേ, നിന്റെ പിന്നെ ഹാമാൻ അഹശ്വേരോശ് രാജാവിനോട്, നിന്റെ രാജ്യത്തിലെ സകല സംസ്ഥാനങ്ങളിലുമുള്ള ജാതികളുടെ ഇടയിൽ ഒരു ജാതി ചിതറിക്കിടക്കുന്നു. അവരുടെ ന്യായപ്രമാണങ്ങൾ മറ്റുള്ള സകല ജാതികളുടെയോടും വ്യത്യസ്തമാണ്. നമ്മൾ എല്ലാവരിലും വ്യത്യസ്തമാണ്. സ്തോത്രം. സകലത്തിലും വ്യത്യസ്തമായിരിക്കണം. ഉടുപ്പിലും നടപ്പിലും കൊടുപ്പിലും എടുപ്പിലും പോക്കിലും വരവിലും സംസാരത്തിലും ആരാധനയിലും സകലത്തിലും വ്യത്യസ്തരാ. നീ വേർപാട് പാലിക്കണം. അവര് ചെയ്യുന്നതെല്ലാം നമ്മൾ ചെയ്യുകയാണ്, പിന്നെ അവര് നമ്മളുമായിട്ട് എന്ന് വ്യത്യാസം. അവര് പള്ളിയിൽ പോകുമ്പോൾ പോലെ അമ്പലത്തിൽ പോകുമ്പോൾ കടും കളർ ഇട്ടുകൊണ്ട് പോകുന്നു, നമ്മൾ കുറച്ചുകൂടെ കളർ ഇട്ടത്. വെളിപ്പാട് 17 വീട്ടിൽ പോയി വായിച്ചാൽ മതി. ഇപ്പൊ പോയി ചുമ്മാ ഇരിക്കല്ലേ, ഇപ്പൊ ഉടനെ വായിക്കുന്നത്. അവിടെ മഴക്ക് ഇവിടെ മഴക്ക് എന്തോ വ്യത്യാസം. അവിടെ കേസ്, ഇവിടെ എന്തോ വേർപാട്. അവര് ഇലക്ഷന് പ്രചരണത്തിന് പോകും, നമ്മുടെ ആൾക്കാർ ബൂത്തിൽ കയറിയിരിക്കുക. പമ്മി അവര് ചെയ്യുന്നതും അവര് പ്രവർത്തിക്കുന്നതും അവരെ പോലെ നമ്മളാണ്. പിന്നെ അവര് നമ്മളും എന്തോ വ്യത്യാസം. നമ്മൾ വേർപെട്ട ദൈവമക്കളല്ലേ, വേർപാട് പാലിക്കണ്ടേ. അവരും തെറി പറയുന്നു, നമ്മുടെ ആൾക്കാരും എല്ലാരും അല്ലെങ്കിലും. ചെല്ലു പിന്നെ പൊതുവിൽ അങ്ങ് പറയും, ചെല്ലു ഹൃദയത്തിൽ. ലോകക്കാരെ പോലെ അല്ല. ഇനിയിപ്പോ ഞായറാഴ്ച ഈസ്റ്റർ ആഘോഷിക്കാനിരിക്കുക. അപ്പോ താറാവ് കറി മാമേ, തുരുത്തി താറാവ് കിട്ടുവന്ന മാമ. ഞായറാഴ്ച പമ്മിയിരിക്കുക. ക്രിസ്മസിന് എല്ലാത്തിനും വേർപാട് പാലിക്കണമെന്ന്. അതാ ഞാൻ പറഞ്ഞത്. അവര് സമുദായക്കാര് നട വിളിച്ചോട്ടെ, പെന്തിക്കോസുകാര് നട വിളിക്കരുത്. സമുദായക്കാര് നട വിളിച്ചോട്ടെ, നമ്മൾ അവരെ വിലക്കാനൊന്നും പോകണ്ട. അത് അവരുടെ ആചാരം. പെന്തിക്കോസുകാരും കൂടെ അതിന് പോയാലോ? പിടിച്ചവനെയെല്ലാം മനസ്സിലാകുന്നുണ്ടാവല്ലോ. വേർപാട് പാലിക്കണം. മുനിസിപ്പാലിറ്റി അമ്മ മൂക്കത്ത് കൈയെല്ലാം വെച്ചിരിക്കുന്നു. ഭീമേ, ഇയാളെ വിളിച്ചത് ചതിവായോ എന്ന് ഓർത്തായിരിക്കും. ഒരു കുഴപ്പമില്ല, ഇന്ന് ഞാൻ തന്നെ ഇവിടെ വരേണ്ടത്. അയ്യോ, എന്നെ ഇവിടെ കൊണ്ടുവന്നതാ. അമ്മാമ്മ ഭാരപ്പെടുവൊന്നും വേണ്ട. പുള്ളിക്കാരി എന്തൊക്കെയാ ദൈവമേ, ഇനി ആകെ ഉള്ളത് ഇനി പിണങ്ങി വല്ലവരും പോകുമോ? ഒന്നും പോകുകയല്ല, 2 എണ്ണം കൂടെ വരാനേ സാധ്യതയുള്ളൂ. ഒരു കുഴപ്പവും വരികയില്ല. ഇത് തീർത്ത് പറയണം. ഉപദേശവും വേർപാടും തീർത്ത് പറയണമെന്ന്. ഇത് പെന്തിക്കോസാ. ഇത് പെന്തിക്കോസാ. ദൈവത്തിന് മഹത്വം. കർക്കശമായി വേർപാട് പാലിക്കണം. ഞാൻ വിസ്തരിക്കുന്നില്ല, വേഗത്തിൽ അങ്ങ് നിർത്താം. ഒന്ന്, ആഭിചാരം പറ്റാതിരിക്കാൻ ഒന്ന് മിശ്രയും വിട്ടവരായിരിക്കണം.
മിസ്രയീമിന്റെ ഒന്നും കാണരുത്. 2 കർക്കശ വേർപാട് പാലിക്കണം, വേർപാട് പാലിക്കണം. ഇതാ തനിച്ച് പാർക്കുന്ന ജനം ജാതികളുടെ കൂട്ടത്തിൽ ജാതികളുടെ ഒരാചാരവും മര്യാദയും കാണരുത് നമ്മുടെ ഇടയിൽ. അതാ ഞാൻ പകല് പറഞ്ഞ പാല് കാച്ചരുത്. കാച്ചുകല്ല, കാച്ചിയേച്ച് തിളച്ച് ഇച്ചിരിച്ചിര തൂവണം. എന്നിട്ട് പിന്നെ ചെറിയ ഗ്ലാസ്സിനകത്ത് കൊണ്ട് പാസ്റ്റർക്കും കൊടുത്തു. പാസ്റ്ററും സ്തോത്രം, എന്നാ പാസ്റ്ററാന്നോ, എന്നാ വിശ്വാസിയാന്നോ, എന്നാ ബെന്തിക്കോസാന്നോ, ഏകപട എമ്പട ത്രിപട ചമ്പട ബെന്തിക്കോസ്. ഇതൊക്കെ ജാതികളുടെ ആചാരമാണ്. നിങ്ങൾ ജാതികളുടെ വാക്യം പഠിക്കരുതെന്നാ പുസ്തകത്തിലെ വാക്യം. സ്വഭാവത്താൽ നിങ്ങൾ പ്രകൃതികളാൽ പണ്ട് ജാതികളായിരുന്നു, ഇപ്പം ജാതികളല്ല. വായിച്ചേ എഫേസ്യർ 2:2 പെട്ടെന്ന് വായിച്ചോ. ഒത്തിരി വാക്യങ്ങളുണ്ട്, എല്ലാം ഇപ്പം പറഞ്ഞാൽ നിങ്ങളുടെ ഓർമ്മയെ നിൽക്കത്തില്ല. 2:2 വായിച്ചോ. എഫേസ്യർ 2:2. അവയിൽ നിങ്ങൾ മുമ്പേ ഈ ലോകത്തിന്റെ കാലഗതിയെയും ആകാശത്തിലെ അധികാരത്തിനും അനുസരിക്കേണ്ട മക്കളെ ഇപ്പോൾ വ്യാപരിക്കുന്ന ആത്മാവിന് അധിപതിയായവനെ അനുസരിച്ച് നടന്നു. നേരത്തെ ഇപ്പോഴല്ല, നേരത്തെ ഈ ലോകത്തിന്റെ കാലഗതി അനുസരിച്ച് നേരത്തെ നടന്നെന്ന്. എന്നാൽ അതിൽ നിന്ന് യേശുക്രിസ്തുവിന്റെ കാൽവരി മരണത്താൽ അവിടുത്തെ പരിശുദ്ധ രക്തത്താൽ പാപമോചനം ലഭിച്ച് നമ്മളെ വീണ്ടെടുത്തിരിക്കുന്നു. നാം ഇപ്പോൾ ദൈവമക്കളാ. കാൺമീൻ നാം ദൈവമക്കൾ, പ്രത്യേക ജാതി. അങ്ങനെയുള്ള ജാതികളാകിയ ദൈവമക്കളാകുന്ന നാം ഇനി ആ പഴയ ജാതികളുടെ മര്യാദ ഒന്നും പാടില്ല. അതുകൊണ്ടാ പറഞ്ഞത് വേർപാട് പാലിക്കണം. വലിയ വീട് വെച്ചോണ്ടെ ആരാണ്ട് പറഞ്ഞു പോലും, കാർന്നോം വന്ന് പറഞ്ഞു, ജോർജ് കുട്ടി കള്ളിപ്പാലയുടെ ഒരു കമ്പ് മുറിച്ച് കള്ളിപ്പാല അല്ലെങ്കിൽ പഴയ മങ്കട ഒരെണ്ണം ഉണ്ടെങ്കിൽ ഒന്ന് 2 കിഴുത്ത കിട്ടേച്ച് ഒരു കപ്പക്കോലയിൽ പെന്തിക്കോസാ. നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടല്ലോ, അതറിഞ്ഞാ മതി. പകൽ സൂര്യനെങ്കിലും രാത്രി ചന്ദ്രനെങ്കിലും നിന്നെ ബാധിക്കത്തില്ല. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. യഹോവ ഒരു ദോഷവും തട്ടാതവണ്ണം നിന്നെ പരിപാലിക്കും. പ്രൈസ് ദി ലോർഡ്. ജാതികളുടെ മര്യാദ ഒന്നും പാടില്ല. വേർപാട് പാലിക്കണം, കർക്കശമായി വേർപാട് പാലിക്കണം. കൊച്ചുങ്ങളൊക്കെ ഉണ്ടാകുമ്പോ 28 പറഞ്ഞു വിശ്വാസമൊക്കെ ആ കൊച്ചനൂടെ വള്ളത്തിൽ ഇരുന്നുണ്ടെന്ന്. എന്തോ ബന്ധുക്കോസ് ഇതന്നെ മാമിയ കുഞ്ഞിന്റെ അതൊരു മാർഗ കണ്ണും ദോഷം. കൊച്ചിനെങ്ങനെ കണ്ണും ദോഷം വരുന്നത്? എടാ മക്കളൊക്കെ തരുന്ന ഈ അവകാശം ഉദരബലം ദൈവം തരുന്ന പ്രതിഫലം, അതിനെങ്ങനെ കണ്ണും ദോഷം കിട്ടുന്നത്? ദൈവം തന്നതല്ലേ. ഓരോരുത്തരും നിന്റെ കുഞ്ഞിനെ തൊടുകയല്ല, നിന്റെ സന്തതിക്ക് ഒരു ദോഷവും വരികയല്ല. മക്കളൊക്കെ തരുന്ന ഈ അവകാശം ഉദരബലം ദൈവം തരുന്ന പ്രതിഫലമാ. വീരന്റെ കയ്യിൽ അസ്ത്രം. അങ്ങനെയാ യൗവനത്തിന്റെ മക്കൾ. അവയെ കൊണ്ട് തന്നെ എവിടുന്നാണ് നിനക്ക് പുരുഷൻ ഭാഗ്യവാൻ. നിനക്ക് ദോഷം വരാൻ ദൈവം അനുവദിക്കുകയല്ല. അന്നേരം കോച്ചിനെ കോച്ചിനെ കാലേ കൂല് വിശ്വാസം. ഞങ്ങളുടെ അമ്മച്ചിക്ക് ഇതൊക്കെ, അമ്മച്ചിക്ക് ഒരു കുഴപ്പമില്ല, നിനക്കാ കുഴപ്പം. അമ്മച്ചി എന്ത് ചെയ്യും? അമ്മച്ചി 7 കൊല്ലം മുമ്പ് മരിച്ചത്. ചത്തുപോയ ഉഞ്ഞലിയമ്മയാന്ന് വന്ന് കുലിച്ചിട്ടത്. വേർപാട് പാലിക്കണമെന്നായി പറഞ്ഞത്. ഒത്തിരി കാര്യം നിന്ന് പറയേണ്ടതുണ്ട്. നിങ്ങളുടെ നോട്ടം ഇരുപ്പം കണ്ടിട്ട് ഒന്നും പറയാനും ഇനിയും തോന്നുന്നില്ല. ഇല്ല, അത്ര ആയില്ല, ഇനിയും ഉണ്ട്. ഞാൻ ബാക്കി തട്ടാറ കൊച്ചമ്മയോട് പറഞ്ഞോളാം. കൊച്ചമ്മ വയ്യാതിരിക്കാൻ അങ്ങോട്ട് പോകുന്നുണ്ട്. എന്നാലും ബാക്കി ഞാൻ കൊച്ചമ്മയോട് ചോദിച്ചാൽ മതി എന്നാണ് കേട്ടോ ബാച്ച. അപ്പൊ ശ്രദ്ധിച്ചേ, കർക്കശമായി വേർപാട് പാലിക്കണം ദൈവമക്കൾ. ഒരു ഇഷ്ടപ്പെട്ട പാർട്ടിക്ക് നീ വോട്ട് ചെയ്തോണം. നീ പാർട്ടിയുടെ പരിപാടിക്ക് ഇഷ്ടപ്പെട്ട പാർട്ടി
പാർട്ടിക്ക് അതിന്റെ നിയമം അങ്ങനെ വോട്ട് ചെയ്തു. നീ പെന്തിക്കോസാണ് പറഞ്ഞത്, നീ പോയി ബൂത്തിൽ വരുന്നത്. അത് ഭരിക്കാനും ഭരണം ചെയ്യാനൊക്കെ അതിന് ആൾക്കാരുണ്ട്. ചെയ്യട്ടെ, നീ വേർപെട്ട ദൈവ പൈതല. സ്തോത്രം. അങ്ങനെ മനസ്സിലാവുന്നോ? ആവശ്യമില്ലാത്ത കാര്യത്തിന് നീ പോകരുതെന്ന്. ദൈവത്തിന്റെ മഹത്വം. ഒരു കാര്യം കർക്കശമായി പറയാം, ദൈവമക്കൾ വേർപാട് പാലിക്കണം. ഇനി കമ്പിവാചകം പോലെ പറഞ്ഞങ്ങ് നിർത്താൻ അതിനേ ഉള്ളു സമയം. ഒന്ന്, മിശ്രയും വിട്ടുപോന്നു. രണ്ട്, വേർപാട് പാലിച്ചു. ഇനി 21-ാമത്തെ വാക്യത്തിന്റെ 2-ാം ഭാഗം വായിച്ച 21-ന്റെ 2-ാം ഭാഗം, 23-ന്റെ 21-ാം വാക്യത്തിന്റെ 2-ാം ഭാഗം, 23-ാം അധ്യായത്തിന്റെ 21-ാമത്തെ വാക്യത്തിന്റെ 2-ാം ഭാഗം. അവന്റെ ദൈവമായി യഹോവ എന്ന് പറഞ്ഞാൽ ആഭിചാരം പറ്റാതിരിക്കാൻ 3-ാമത്തെ കാര്യം, നിന്റെ ദൈവം നിന്റെ കൂടെ ഇരിക്കണം. അതെന്നെ അങ്ങനെ പറഞ്ഞു. ആ ദൈവത്തിന് ഇഷ്ടമില്ലാത്ത കാര്യം പറയുകയും പ്രവർത്തിക്കുകയും ചെയ്താൽ ദൈവം കൂടെ ഇരിക്കുകയല്ല. ദൈവം കൂടെ ഇരുന്നാൽ ഒരു ആഭിചാരം പറ്റത്തുമില്ല. അത് വിസ്തരിക്കേണ്ട ഭാഗമാണെങ്കിലും തെളിവ് തരാം. മോശ പ്രമാണം വാങ്ങി പർവ്വതത്തിലോട്ട് പോയി, മോശയെ കാണുന്നില്ല. ജനമെല്ലാം കൂടെ അവൻ അസ്വസ്ഥത ഉണ്ടാക്കിയിട്ട് അഹരോന്റെ അടുക്കൽ പറഞ്ഞു, പുള്ളി എന്ത് ചെയ്യുന്നു? അഹരോൻ പറഞ്ഞു, പ്രമാണം മേടിക്കാൻ പോയി. വിളിക്കാറുണ്ടോ? ഇല്ല, അങ്ങനെ വിളിയൊന്നുമില്ല. മെസ്സേജ് വല്ലതും വന്നോ? ഓ ഇല്ല, മെസ്സേജ് ഒന്നും വന്നില്ല. വാട്സാപ്പിനകത്ത് വല്ലോ? ഇല്ല, വാട്സാപ്പ് കുറച്ച് ദിവസമായിട്ട് അനങ്ങുന്നേ ഇല്ല. അതിന് പരിധിക്ക് പുറത്താണോ? പരിധിക്ക് പുറത്ത് ഇവന്മാരാ. മോശ നല്ല പരിധി നിൽക്കുക ദൈവസന്നിധിയില്. ഒടുവിൽ ഇവര് പറഞ്ഞു, ഒരു കാര്യം ചെയ്യ്, മോശയ്ക്ക് എന്ത് ഭവിച്ചെന്ന് ഞങ്ങൾക്കറിയത്തില്ല, ഒരു കാര്യം ചെയ്യ്, ഞങ്ങൾക്കൊരു ദൈവത്തെ ഉണ്ടാക്കിത്താ. അവരാ പറഞ്ഞു, ഞാനിപ്പോ ചെന്ന് എവിടെ ദൈവത്തെ ഉണ്ടാക്കാൻ? ഇവിടെയൊക്കെ ഒത്തിരി ദൈവങ്ങളുണ്ട്, ഒത്തിരി ദൈവങ്ങൾ. ദൈവത്തിന് മഹത്വം. ഞങ്ങളുടെ മുമ്പിൽ നടക്കാൻ ദൈവത്തെ ഉണ്ടാക്കാൻ. അവരോ പറഞ്ഞു, ഞാൻ അവിടെ ചെന്ന് ദൈവത്തെ ഉണ്ടാക്കാനാ. പിന്നെ അവനൊരു സൂത്രബുദ്ധി പറഞ്ഞു, ഒരു കാര്യം ചെയ്യും, ആ കുണുക്കെല്ലാം കൂടെ ഊരിക്കൊണ്ട് വരാൻ. കാതേലും കഴുത്തേലും കിടക്കുന്ന കുണുക്കും മാലയല്ല, ജലജമാലയും പിണ്ടിച്ചെയിനും മടത്തുള്ളി കമ്മലും ഹാരമാല അല്ലേ, അതെല്ലാം ഊരിക്കൊണ്ട് വരാൻ പറഞ്ഞു. എനിക്ക് പിന്നെ ഈ പെണ്ണുങ്ങളോട് താല്പര്യം. ഊരാൻ പറഞ്ഞപ്പോ വിത്തുങ്ങളല്ല ഊരി, അതാ അതിന്റെ ശരി. ഊര് ഇനിയിപ്പൊ എന്നത്തിന് ആരെ നോക്കിയിരിക്കാന്. അപ്പൊ ഊരാൻ പറഞ്ഞപ്പോ ഇത് മുഴുവൻ ഊരി അഹരോന്റെ കയ്യിൽ കൊണ്ട് കൊടുത്തു. കുണുക്കെല്ലാം കൊണ്ട് അഹരോന്റെ കയ്യിൽ കൊടുത്തു. എനിക്ക് അഹരോനോട് ഇഷ്ടമാണ്. കാരണം പുള്ളി ഇതെല്ലാം കൂടെ വാങ്ങിച്ചു മുങ്ങിയില്ലല്ലോ. ഈ പെണ്ണുങ്ങളുടെ കുണുക്കെല്ലാം കൂടെ മേടിച്ച് കുട്ടിച്ചാക്കിനകത്ത് ഇട്ടേച്ച് പുള്ളി അതുമായിട്ട് മുങ്ങിയില്ല. അതാ പുള്ളിയോട് ബഹുമാനം. പുള്ളി ആ കുണുക്കെല്ലാം കൂടെ എടുത്ത് നല്ല പരുവത്തിലൊരു കാളക്കുട്ടി ഉണ്ടാക്കി. അത് കൊത്തുള്ളി കൊണ്ട് ഭാഷ വരുത്തി വൃത്തിയും വെടിപ്പുമുള്ള ഒരു മൂരിക്കാളയെ ഉണ്ടാക്കി അഹരോൻ. എന്നിട്ട് അഹരോൻ വിളിച്ചു പറഞ്ഞൊരു പദമുണ്ട്, ഇസ്രായേലേ, ഇത് നിന്നെ മിസ്രൈമിന്ന് കൊണ്ടുവന്ന നിന്റെ ദൈവമാകുന്നു. കാളെ ചൂണ്ടിക്കാണിച്ച കാളെ
അപ്പൊ ഈ കാളെ ചൂണ്ടിക്കാണിച്ച ചകരവും പറയുക, ഇസ്രായേലേ ഇത് ഈ കാള നല്ല രണ്ട് കൊമ്പും വാലും പല്ല് വായും വയറും കാലും എല്ലാം നല്ല പരുവത്തിന് കൊത്തുള്ളി മിസ്രയീമിനുടെ 10 ദൈവങ്ങളിൽ ഒരു ദൈവമാ വിശുദ്ധ കാള. അതാ ഇപ്പൊ ഉണ്ടാക്കി പുൽപ്പിറ്റേ വെച്ചേക്കുന്നത്. അവിടുത്തതാ കാള ഉണ്ടാക്കി പുൽപ്പിറ്റ് വെച്ചു. എന്നുവെച്ച് ഇവൻ അനൗൺസ്മെന്റ് നടത്തുക, ഇസ്രായേലേ ഇത് നിന്നെ മിസ്രയീമിന്ന് കൊണ്ടുവന്ന നിന്റെ ദൈവമാകുന്നു. ജനമെല്ലാം ഇളകി. ഈ ആൾക്കാർക്ക് വല്ലതും കണ്ടാ ഇളകും കേട്ടോ. ഒന്നുമില്ല, നമ്മുടെ ഇവിടെ അങ്ങനെ ഒന്നും ഇല്ലാത്തതുകൊണ്ടാ വലിയ ഇളക്കമില്ലാത്ത. അങ്ങോട്ട് നോക്കിയിട്ടും ഒന്നുമില്ല, സൈഡ് നോക്കിയിട്ടും ഒന്നുമില്ല. ചിലയിടത്തൊക്കെ ചെന്ന് സൈഡ് നോക്കി തന്നെ ഇരിക്കും. എത്ര എണ്ണമാണ് അതൊക്കെ കണ്ടാ ഇളകും. പിന്നെ ഈ കാളെ കണ്ടപ്പോ കാളെ കണ്ട് ഇളകി. ഇവര് അധികാരത്തെ എഴുന്നേറ്റു ഹോമയാഗവും സമാധാനയാഗവും ഒക്കെ അർപ്പിച്ചു. ജനം ഭക്ഷിപ്പാനും കുടിപ്പാനും ഇരുന്ന് കളിപ്പാൻ. മലയാളത്തിൽ കളിപ്പാൻ എന്നാ, തമിഴ് ബൈബിളിൽ ഞാൻ ഒരിക്കൽ വായിപ്പിച്ചപ്പോൾ അവിടെ ഇരുന്ന് വിളയാടാൻ എഴുന്നേറ്റത്. വിളയാടി കാളയുടെ മുന്നിൽ കിടന്നവനെല്ലാം കൂടെ പ്രൈസ് ആൻഡ് വർഷിപ്പ് നടത്തി. കാളയ്ക്ക് തന്നെ വല്ലതും അറിയാമോ? ആരാധനയാന്നാ പറഞ്ഞത്. ചാടി മറിഞ്ഞ് ബഹളം തുള്ളി ഉറഞ്ഞ് അവസാനം തുള്ളി പ്രൈസ് ആൻഡ് വർഷിപ്പ് കൂടി ഒരുത്തന് തുണി പോലും ഇല്ല. ആരാധന മൂത്തപ്പോ ഉടുതുണി 25 വായിച്ചു, 25 അവരുടെ വിരോധികൾക്ക് മുമ്പാകെ അവർ ഹാസ്യമാകത്തക്ക വണ്ണം അഹരോൻ അവരെ അഴിച്ചു വിടുകയാൽ, അപ്പൊ ഒന്ന് അഴിച്ചു വിട്ടു, 2 കെട്ടടിഞ്ഞു. ഇതിനെപ്പറ്റി ശരിയായ വ്യാഖ്യാനം വസ്ത്രമില്ലായിരുന്നു. ഇംഗ്ലീഷ് ബൈബിളിൽ കൊടുത്തിരിക്കുന്നത് വസ്ത്രമില്ലെന്ന് തന്നെ, നേക്കടെന്ന് തന്നെ കൊടുത്തേക്കുന്നത് ഇംഗ്ലീഷിൽ. തമിഴ് ബൈബിളിൽ ഞാനൊരിക്കൽ തമിഴ്നാട്ടിൽ ചെന്ന് വായിപ്പിച്ചപ്പോൾ കുറച്ചുകൂടെ ക്ലിയർ ആയത്. അവിടെ എഴുതിയിരിക്കുന്നത്, ജനങ്ങൾ തങ്ങൾ പകൈവരുക്കൾ അപമാനപ്പെടുത്തതാകെ ആരോൻ അവർകളെ നിർവാണമായി ഇരിക്കുന്നത്, അവർകൾ നിർവാണമായി ഇരിക്കുന്നത് മോശ കണ്ടെന്ന്. എന്ന് പറഞ്ഞാൽ വസ്ത്രമില്ല. ആരാധനയും പ്രൈസ് ആൻഡ് വർഷിപ്പും കൂടിയപ്പോ ഉടുതുണി ഒരു പ്രത്യേക ആരാധന. മോശ ഇറങ്ങി വന്നപ്പോ ഇതെല്ലാം കെട്ടടിഞ്ഞ് നടക്കുക. കെട്ടടിഞ്ഞു. ദൈവം കൂടെ നിൽക്കണമെങ്കിൽ അതിന്റെ കാര്യമാണ്. ഉടുതുണിയില്ല, കെട്ടഴിഞ്ഞു, അഴിച്ചു വിട്ടു, ക്രമമില്ല, ചിട്ടയില്ല, അടിച്ചു വിട്ടു. അവസാനം ഭാഗമൊന്നും ഞാൻ വിസ്തരിക്കുന്നില്ല. തമ്പുരാൻ വന്ന് കാര്യമൊക്കെ പറഞ്ഞു. മോശ ഇറങ്ങി വന്ന് ദൈവം തമ്പുരാൻ കാര്യം പറഞ്ഞു. മോശ പറഞ്ഞു, യഹോവയുടെ പക്ഷത്തുള്ളവനല്ല മാറി നിൽക്കട്ടെന്നും വേറെ പുസ്തകത്തിലില്ല. അങ്ങനെ വായിക്കും. യഹോവയുടെ പക്ഷത്തുള്ളവനല്ല എന്റെ അടുക്ക വരട്ടെന്ന്. അല്ല, അമ്മാമ്മ പറഞ്ഞ ഇപ്പോഴത്തെ ശരി, ഇപ്പൊ മാറി നിൽക്കട്ടെന്നാ പറയുന്നത്. യഹോവയുടെ പക്ഷത്തുള്ളവനല്ല ഇപ്പൊ അങ്ങനെ. എന്നിട്ട് ഗുണ്ടകളെല്ലാം പെട്ടെന്ന് സ്റ്റേജിലോട്ട്, അതാ നല്ലത്, സ്റ്റേജിലോട്ട് വരട്ടെ. അതാ എന്തായാലും ദൈവം അനുഗ്രഹിക്കട്ടെ. യഹോവയുടെ പക്ഷത്തുള്ളവനല്ല മാറി നിൽക്കട്ടെ, ഗുണ്ടായുസമുള്ളവനല്ല, വേറെ പുസ്തകമുള്ളവനെല്ലാം വെളിയിൽ ഇറങ്ങണം. ഇടുകട്ട, നെഞ്ചക്ക, വടിവാള, നാടൻ പോപ്പ, മുളക് പൊടി. അല്ലെ, ഇതാ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. യഹോവയുടെ പക്ഷത്തുള്ളവനെ മാറ്റി നിർത്തുക. പക്ഷെ മോശ അങ്ങനല്ല പറഞ്ഞത്. യഹോവയുടെ പക്ഷത്തുള്ളവനല്ല എന്റെ അടുക്കവ. അതിന്റെ വാച്യാർത്ഥം ഇതാ, ഞാൻ യഹോവയുടെ പക്ഷത്താ, ഞാൻ യഹോവയുടെ പക്ഷത്താ. ആള് കൂടുന്ന പക്ഷത്തല്ല ഞാൻ. ആളും ഓളവും ബഹളവും ഉള്ളിടത്തല്ല ഞാൻ നിൽക്കുന്നത്. ആളുണ്ടേലും കൊള്ളാം, ഓളം ഉണ്ടേലും കൊള്ളാം, ബഹളം ഉണ്ടേലും കൊള്ളാം. മറുവശം ആളില്ലെങ്കിലും കൊള്ളാം, ഓളമില്ലെങ്കിലും കൊള്ളാം, ബഹളമില്ലെങ്കിലും കൊള്ളാം, ഞാൻ യഹോവയുടെ പക്ഷത്താ, ഞാൻ യഹോവയുടെ പക്ഷത്ത്. അതുകൊണ്ട് യഹോവയുടെ പക്ഷത്തുള്ളവനല്ല എന്റെ അടുക്ക വരാൻ. അന്നേരം ലേവ്യന് കയറി ചെന്നു. മോശ പറഞ്ഞു വെട്ടിയോളാൻ പറഞ്ഞു. ഒരറ്റം മുതൽ തുടങ്ങി. ഒടുവിൽ തമ്പുരാൻ ഒരു കാര്യം മോശയോട് പറഞ്ഞു, നീയേ ഇവിടെ കാളയും മേളവും ഓളവും ബഹളവും ഒക്കെയാ, നീ ഒരു കാര്യം ചെയ്യേ. 33:7 വായിച്ചേ. 33:7. മോശ കൂടാരമെടുത്ത് പാളയത്തിന് പുറത്ത് ദൂരത്തടിച്ചു. അതിന് സമാഗമന കൂടാരമെന്ന് അടുത്തത്
യഹോവയെ അന്വേഷിക്കുന്നവനെല്ലാം പുറപ്പെട്ട് എന്ന് പറഞ്ഞാൽ മോശ ദൈവാലോചന പ്രകാരം കൂടാരമെടുത്ത് പാളയത്തിന് പുറത്തു കൊണ്ടടിച്ചു. പാളയത്തിൽ ലക്ഷക്കണക്കിന് ജനമുണ്ട്, കാളയുണ്ട്, യാഗപീഠമുണ്ട്, പ്രൈസ് ആൻഡ് വർഷിപ്പ് എല്ലാം ഉണ്ട്. പാളയത്തിൽ ആരാധനയുണ്ട്, യാഗമുണ്ട്, ഹോമയാഗമുണ്ട്, സമാധാനമുണ്ട്, കാളയുണ്ട്, ആളുണ്ട്, ഓളമുണ്ട്, ബഹളമുണ്ട്. പക്ഷേ മോശ കൂടാരമെടുത്ത് പാളയത്തിന് പുറത്തു കൊണ്ടടിച്ചു. അടിച്ചു മോശ പറയുക, യഹോവയെ അന്വേഷിക്കാൻ താല്പര്യമുള്ള ആരേലും ഉണ്ട് അങ്ങോട്ട് പോരാൻ എന്ന് പറഞ്ഞാൽ പ്രമാണത്തിൽ നിന്നില്ലെങ്കിൽ ദൈവം കൂടെ കാണുകയല്ല. ആഭിചാരം പറ്റാതിരിക്കാനുള്ള മൂന്നാമത്തെ കാര്യം, അവന്റെ ദൈവമായ യഹോവ അവനോട് കൂടെ ഇരിക്കുന്നു. എന്നെ കേൾക്കുന്ന പ്രിയരെ, ആള് കൂടുന്നിടത്ത് വരുന്നവനല്ല ദൈവം, ഓളം ഉണ്ടാക്കുന്നിടത്ത് വരുന്നവനും അല്ല ദൈവം. അല്ലല്ല, അത് നമ്മുടെ തെറ്റിദ്ധാരണയാ. 25,000 വാട്സിന്റെ മൈക്ക് സെറ്റ് വെച്ചോണ്ട് ദൈവം വരുവാണ്. ആളെല്ലാം കൂടെ ഇളകി വരിക. ചിങ്ങവനത്തെല്ലാം ബ്ലോക്കായി, ഒന്ന് മുഴുവൻ ബ്ലോക്ക്. പരുത്തുമാണക്കുള്ള വഴിയും ബ്ലോക്കായി, ചാന്നാനിക്കാടിനുള്ള വഴിയും ബ്ലോക്കായി, കരിമ്പിലോട്ടുള്ള വഴി ബ്ലോക്കായി, തുരുത്തിക്കുള്ള വഴിയും ബ്ലോക്കായി. നമ്മള് ദൈവം വന്നത്, ദൈവം ഈ താലൂക്ക് വന്നിട്ട് ആള് കൂടുന്നിടത്ത് വരുന്നവനല്ല ദൈവം, ഓളം ഉണ്ടാക്കുന്നിടത്ത് വരുന്നവനുമല്ല ദൈവം. ദൈവ പ്രമാണത്തിൽ ആര് നിൽക്കുന്നു അവരുടെ നടുവിലാ ദൈവം വരുന്നത്. പ്രൈസ് ദി ലോർഡ്. ആഭിചാരം ഏക്കാത്തതിന്റെ മൂന്നാമത്തെ കാര്യം, അവന്റെ ദൈവമായ യഹോവ അവനോട് കൂടെ ഇരിക്കുന്നു. ആമേൻ, സ്തോത്രം. അടുത്തത് ആഭിചാരം പറ്റാത്തതിന്റെ നാലാമത്തെ കാര്യം, അത് പറഞ്ഞ് ഇന്നത്തെ മെസ്സേജ് അങ്ങ് നിർത്താം. അതിനേ ഉള്ളു. ഞാനൊരു 10-15 കൂട്ടം കാര്യം കുറിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ ഇത് മതി, ഇത് തന്നെ ഇപ്പൊ അധികമായിട്ടിരിക്കുക, ഇത് തന്നെ കൂടുതലായി. ഒരു കാര്യം കൂടെ പറഞ്ഞ്, ദൈവം അവൻ ഈ ആഭിചാരം പറ്റാതിരിക്കാൻ നാലാമത്തെ കാര്യം, അമ്മാമേ 22-ാമത്തെ വാക്യത്തിന്റെ 2-ാം ഭാഗം വായിച്ചേ. 23-ന്റെ 22-ന്റെ 2-ാം ഭാഗം വായിക്കേ. എന്നെ നോക്കിയാന്നോ കാട്ടുപോത്തെന്ന് പറയുന്നത്? അത് എന്നെ നോക്കിയാന്നോ കാട്ടുപോത്തെന്ന് പറയുന്നത്? അങ്ങോട്ട് നോക്കി വായിക്കേ. അങ്ങനെ വായിക്കേ. എന്നെ നോക്കി കാട്ടുപോത്തെന്ന്. അപ്പൊ ശ്രദ്ധിച്ചേ, ആഭിചാരം യാക്കോബിന് പറ്റാത്തതിന്റെ നാലാമത്തെ കാരണം, കാട്ടുപോത്തിന് തുല്യമായ ബലം അവനുണ്ടെന്ന്. ആർക്ക്? യാക്കോബിന്. ദൈവത്തിന് മഹത്വം. ഇന്ന് രാത്രി പറയാ, ആത്മനിറവിൽ ആരാധിക്കുന്ന, അന്യഭാഷ പറഞ്ഞ് ദൈവത്തെ ആരാധിക്കുന്ന നിനക്ക് ഒരാഭിചാരവും പറ്റത്തില്ല. ഉറപ്പിച്ചും തറപ്പിച്ചും പറയുകയാ, നീ അഭിഷേകം പ്രാപിച്ച് പരിശുദ്ധാത്മ നിറവിൽ മറുഭാഷ പറഞ്ഞ് നൃത്തം ചെയ്ത് അവൻ ശരീരം കൊണ്ടും ദൈവത്തെ മഹത്വപ്പെടുത്തി ആരാധിക്കുന്ന ദൈവ പൈതലാണെങ്കിൽ ഒരാഭിചാരവും നിന്നെ തൊടുകയില്ല. പ്രൈസ് ദി ലോർഡ്. ഈ ഭാഗം നിന്ന് പറയേണ്ടതായെങ്കിലും പറഞ്ഞങ്ങ് പോകാം. 23-ാം അധ്യായത്തിന്റെ 22-ാമത്തെ വാക്യത്തിന്റെ 2-ാം ഭാഗത്തിൽ പറയുക, കാട്ടുപോത്തിന് തുല്യ ബലം. ഇത് തന്നെ 24-ന്റെ 8-ലും 8-ന്റെ 2-ാം ഭാഗം, 24-ന്റെ 8-ാം വാക്യത്തിന്റെ 2-ാം ഭാഗം, 2 ഭാഗത്തും എഴുതിയിരിക്കുക കാട്ടുപോത്തിന് തുല്യമായ ബലം. അപ്പോൾ ആഭിചാരം പറ്റാത്തതിന്റെ കാര്യം കാട്ടുപോത്തിന് തുല്യമായ ബലം. എന്നാൽ 23-ന്റെ 22-ാം വാക്യത്തിന്റെ 2-ാം ഭാഗത്തും 24-ാം അധ്യായത്തിന്റെ 8-ാമത്തെ വാക്യത്തിന്റെ 2-ാം ഭാഗത്തും കാട്ടുപോത്തിന് തുല്യമായ ബലമുണ്ടെന്ന് എഴുതിയിരിക്കുമ്പോൾ തന്നെ 21-ാം അധ്യായത്തിന്റെ 4 മുതൽ താഴോട്ട് പഠിക്കുമ്പോൾ ഇവര് ക്ഷീണിച്ചെന്നാ കാണുന്നത്, അല്ലേ? 21-ന്റെ 4. പിന്നെ അവരുടെ ഇടയിൽ, പിന്നെ അവർ ഹോർ പർവ്വതത്തിൽ നിന്ന് പിന്നെ അവർ ഏതോദേശത്തെ ചുറ്റിപ്പോകുവാൻ ഹോർ പർവ്വതത്തിങ്കൽ നിന്ന് ചെങ്കടൽ വഴിയായിട്ട് യാത്ര പുറപ്പെട്ടു. വഴി നിമിത്തം ജനത്തിന്റെ മനസ്സോ ക്ഷീണിച്ചു. ജനം ദൈവത്തിന് മോശയ്ക്കും വിരോധമായിട്ട് സംസാരിച്ചു. മരുഭൂമിയിൽ മരിക്കേണ്ടതിന് നിങ്ങൾ ഞങ്ങളെ മിസ്രയീം ദേശത്ത് കൊണ്ടുവന്നത് എന്തിന്? ഇവിടെ അപ്പവുമില്ല വെള്ളവുമില്ല, ഈ സാരമില്ലാത്ത ആഹാരം ഞങ്ങൾക്ക് വെറുപ്പല്ല. അവിടുത്തെ ഒരു പരം ക്ഷീണിച്ചു. അപ്പോൾ 21-ൽ ക്ഷീണിച്ചവർ 22-ലും 23-ലും 24 വന്നപ്പോൾ കാട്ടുപോത്തിന് തുല്യ ബലമുണ്ടായി. മനുഷ്യജീവിതം ക്ഷീണിക്കും,
ക്രിസ്തീയ വിധത്തിൽ ചില ക്ഷീണമൊക്കെ വരാം, തളർച്ചകൾ വരാം, അവൻ സ്വന്തം പല ക്ഷീണങ്ങൾ വരാം. പക്ഷേ ക്ഷീണിച്ച് നീ എന്നേക്ക് നശിക്കരുത്. നിന്റെ ക്ഷീണം മാറ്റുവാൻ കഴിവുള്ളവൻ ഇന്ന് രാത്രി വന്നിട്ടുണ്ട്. നിന്റെ തളർച്ച മാറ്റുവാൻ കഴിവുള്ളവൻ ഇന്ന് രാത്രി വന്നിട്ടുണ്ട്. നിന്റെ ബലഹീനതകൾ മാറ്റുവാൻ കഴിവുള്ളവൻ ഇന്ന് രാത്രി വന്നിട്ടുണ്ട്. നിന്റെ അപാകതകൾ പരിഹരിക്കുവാൻ കഴിവുള്ളവൻ ഇന്ന് രാത്രി വന്നിട്ടുണ്ട്. ഹല്ലേലൂയ. ഓടിച്ചവസാനിപ്പിക്കുക. 21-ാം അധ്യായത്തിൽ ഇവരെ പറ്റി പറയുക ക്ഷീണിച്ചു. പക്ഷെ 23-ൽ 24-ൽ പറയുക കാട്ടുപോത്തിന് തുല്യ. 21-ൽ ക്ഷീണിച്ചവർ ഇടയ്ക്ക് ബലപ്പെട്ടു. അത് വിസ്തരിക്കണം, പക്ഷേ പോയിന്റ് മാത്രം പറഞ്ഞങ്ങ് നിർത്താൻ നിങ്ങൾക്കറിയാം. 21-ാം അധ്യായത്തിന്റെ 16 മുതൽ താഴോട്ട് പഠിക്കുമ്പോൾ പിന്നെ അവരെ വേരിലേക്ക് കൊണ്ടുപോകുന്ന വായിച്ചേ അവിടെ നിന്നവർ ബേലിലേക്ക് പോയി. യഹോവ മോശയോട് ജനത്തെ ഒന്നിച്ചു കൂട്ടുക, ഞാൻ അവർക്ക് വെള്ളം കൊടുക്കുമെന്ന് കൽപ്പിച്ച കിണർ അത് തന്നെ. അപ്പോൾ ഇസ്രായേല് കിണറെ പൊക്കി അതിന് പാടുവീർ. പ്രഭുക്കന്മാര് കുടിച്ച കിണർ, ജനശ്രേഷ്ഠന്മാർ തങ്ങളുടെ ചെങ്കോൽ കൊണ്ട് ദണ്ടുകൊണ്ട് കുത്തിയ കിണർ എന്നുള്ള പാട്ട് പാടി. എന്ന് പറഞ്ഞാൽ 21-ൽ ക്ഷീണിച്ച് വശം കെട്ടുപോയവരെ കിണറ്റിൻകരെ കൊണ്ടുവന്നു. ഇടയ്ക്കത്തെ വാക്കെല്ലാം ഞാൻ വിടുക. ഇവരെ കിണറ്റിൻകരെ കൊണ്ടുവന്നു. അപ്പൊ കിണറ്റിൻകരെ വന്നപ്പോ മോശ ഇവരോട് പറഞ്ഞു പാടാൻ പറഞ്ഞു. പാട്. എങ്ങനെ പാടണം? കിണറേ പൊങ്ങി വാന്ന് പാട്. ഇത് പ്രഭുക്കന്മാര് കുത്തിയ കിണറാ. ജനശ്രേഷ്ഠന്മാർ തങ്ങളുടെ ചെങ്കോല് കൊണ്ട് ദണ്ടുകൊണ്ട് കുത്തിയ കിണറാ. ഈ കിണറ്റിൻകരെ വന്ന് പമ്മി ഇരിക്കാതെ പാട്ട് പാട്. അതുകൊണ്ട് ദെബോര പറഞ്ഞു ഉണർന്ന് പാടുക, അവീനോ ആത്മാവജ, ഉണർന്ന് പാടുക. അപ്പൊ പാട്ട് പാടേണ്ട ഉണർന്ന് പാടണം, ഉച്ചത്തിൽ പാടണമെന്നാണ് നെഹമ്യാവിൽ എഴുതിയേക്കുന്നത്. അപ്പൊ ഉണർന്ന് പാടണം, ഉച്ചത്തിൽ പാടണം, നന്നായിട്ട് പാടണം, ഒന്നിച്ച് പാടണം. പാട്ടുകാരങ്ങനെ ശ്രദ്ധിച്ചോണം. യോജിപ്പില്ലാതെ പാടിയാലോ ചേട്ടനും അനിയനും മിണ്ടുകയല്ല, ജെഴുത്തി അനിയത്തിയും മിണ്ടുകയല്ല, പാസ്റ്ററും സെക്രട്ടറിയും മിണ്ടുകയല്ല, കമ്മിറ്റിയും മിണ്ടുകയല്ല. എന്നിട്ട് ഞായറാഴ്ച പാടുക ഐക്യമായി നിന്നു നാം വേല ചെയ്യാം. വേലയാന്നല്ലോ. പാട്ട് പാടുമ്പോൾ ഒന്നിക്കണം, 2 ഉണർന്ന് പാടണം, 3 ഉച്ചത്തിൽ പാടണം, 4 എല്ലാവരുടെ ചേർന്ന് പാടണം. അപ്പൊ അവിടെ വായിച്ചു ചേർന്ന് പാടാൻ പറഞ്ഞു. കിണറേ പൊങ്ങി വാ. ഇത് പ്രഭുക്കന്മാര് കുടിച്ച കിണറാ. വിസ്തരിക്കാൻ നേരമില്ലാഞ്ഞിട്ടാ ഇവര് പാട്ട് പാടി ബലപ്പെട്ടപ്പോൾ കിണർ പൊങ്ങി എന്ന് പറഞ്ഞാൽ കിണറ്റിനകത്ത് വെള്ളം പൊങ്ങി വന്നു. പാട്ടുപാടി ബലപ്പെട്ടപ്പോൾ താഴെ കിടന്ന വെള്ളം പാട്ടുപാടി ശക്തിപ്പെട്ടപ്പോൾ വെള്ളം മേളിലെത്തി എന്ന് പറഞ്ഞാൽ എത്ര താഴേക്കിടയിൽ കിടക്കുന്ന വ്യക്തിയാണെങ്കിലും വിഷയമാന്നേലും പാട്ടുപാടി ആത്മാവിൽ നിറഞ്ഞു ബലപ്പെടുമ്പോൾ അതിനെ ഉയർത്തിക്കൊണ്ടുവരുവാൻ കഴിവുള്ള ഒരുവൻ സ്വർഗത്തിലുണ്ട്. ഇപ്പോൾ നിന്റെ വീട്ടിൽ താഴ്ചകളായിരിക്കും, ഞെരുക്കമുണ്ട്, ബുദ്ധിമുട്ടുണ്ട്, കടഭാരമുണ്ട്, വാടക കൊടുക്കാൻ നിർവാഹമില്ല, വാടകയ്ക്കാ താമസിക്കുന്നത്, വീടില്ലാതെ ഭാരപ്പെടുന്നവര്, കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുവാൻ ഞഴങ്ങുന്നവര്, വളരെ ബുദ്ധിമുട്ടുന്നവർ ഇതിനകത്തുണ്ട്. പക്ഷെ നീ പാട്ടുപാടി ബലപ്പെടുമ്പോൾ ദൈവം നിന്നെ ഉയർത്തും. ഹല്ലേലൂയ. അല്ല, ഞാനൊരു കാര്യം പറയാം, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെടും. ഈ ബഹുമാനപ്പെട്ട മോൻസി പാസ്റ്ററുടെ പിതാവാണ്ടിരിക്കുന്നു. ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടിട്ടുണ്ടല്ലോ. ചോപ്പറിനകത്ത് സാധനമായിട്ട് ഇല്ലേ, ഞാൻ കണ്ടിട്ടുണ്ട്. ദൂരോട്ടൊന്നും നമ്മളിപ്പം അമേരിക്കയിലെ ചരിത്രമൊന്നും ഡാളസ് എനിക്കറിയാം. ഡാളസ് വരെ പോകണ്ട, ചിങ്ങവനത്തിരിപ്പുണ്ടല്ലോ ആള്. എനിക്കറിയാവുന്നൊരു കാര്യം പറഞ്ഞതേ ഉള്ളൂ, നിങ്ങൾക്ക് ഒത്തിരി അനുഭവം പറയാമോ? അല്ല, എന്തിനാ അങ്ങോട്ട് പോകുന്നത്? ഇങ്ങോട്ട് തന്നെ പറയും. ഞാനൊരു സാക്ഷ്യം പറയാം. ഞാൻ രക്ഷിക്കപ്പെട്ടു വന്ന കാലത്ത് ഒരു ദിവസം 4 വീട്ടിലെ കുടുംബ പ്രാർത്ഥനയ്ക്കാണ് ഞാൻ കൂടുന്നത്. ഭയങ്കര തീക്ഷണയാണ്. ഇപ്പോഴും അങ്ങനെ കുറവൊന്നുമില്ല. ആദ്യകാലത്ത് എൻ്റെ വീട്ടിൽ പ്രാർത്ഥിപ്പിക്കല്ല, പിന്നെ പ്രാർത്ഥിപ്പിക്കുമായിരുന്നു. സന്ധ്യ ആകുമ്പോൾ ഞാൻ പാട്ട് പാടി ആത്മാവ് നിറഞ്ഞ് എൻ്റെ വീട്ടിൽ നിന്ന് പ്രാർത്ഥിക്കും. അത് കഴിഞ്ഞ് ജോഷിയുടെ വീട്ടിൽ പോകും. പൊന്നമാമയൊക്കെ ഉണ്ട്. അവര് നന്ന് താളമൊക്കെ അടിച്ചാൽ പാട്ട് പാടും. അവിടുത്തെ കുടുംബ പ്രാർത്ഥന കൂടും. അതൊരു 7:30 മുതൽ 8:30 വരെ ആയിരിക്കും. അത് കഴിഞ്ഞിട്ട് മാലീത്തറ വീട്ടിലെ കുടുംബ പ്രാർത്ഥനയ്ക്ക് കൂടും. അതൊരു 9 മണി 9:30 കഴിഞ്ഞ്. അത് കഴിഞ്ഞ് മാലീത്തറ വീടിന് തൊട്ട് പുറകില സൂസമ്മയുടെ വീട്, കൈതത്തറയുടെ വീട്. കൊച്ചമ്മയും ഷൈനി എന്നുണ്ട്, ഷാജിയും കാണും. എന്നെ നോക്കിയിരിക്കും. ഞങ്ങൾ ലാസ്റ്റ് കൈതത്ര പ്രാർത്ഥനയാണ് എല്ലാ ദിവസവും.
ഞാനും കൊച്ചമ്മയും ഷൈനിയും ചിലപ്പോൾ ഷാജിയും കാണും. ഞങ്ങൾ രാത്രി 11 മണി മുതലിരുന്ന് പാട്ട് പാടി ആരാധിക്കും. അത് കായലിന്റെ തീരത്തുള്ള വീടാ, വലിയ ശല്യമൊന്നുമില്ല. അത് ചിലപ്പോൾ 12:30 1 മണി വരെ ചിലപ്പോൾ അവിടെ വിശ്രമിക്കുകയും ചെയ്യും. ഭക്ഷണമൊക്കെ അവിടെ നിന്ന് കഴിക്കും. സഭയുടെ യോഗമില്ലാത്ത മിക്ക ദിവസവും ഇതാ പരിപാടി. ഒരു ദിവസം 4 കുടുംബ പ്രാർത്ഥനയാണ്. എൻ്റെ വീട്ടില്, പൊന്നമ്മാമ്മയുടെ അവിടെ, മാലിത്തറയില്, കൈതത്തറയില്. ഒന്നും നഷ്ടമായില്ല, ഒന്നും നഷ്ടമായില്ല. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ഒന്നും വൃഥാവായി പോയില്ല. അതുകൊണ്ട് ഞാനൊരു കാര്യം ദൈവമക്കളോട് പറയാം. നീ ശരിക്കും പാട്ടുപാടി ആത്മാവിൽ നിറഞ്ഞ് ബലപ്പെടുമ്പോൾ താഴെ കിടക്കുന്ന വെള്ളത്തെ ദൈവം മേളിൽ കൊണ്ടുവരും. ഇവര് കിണറ്റിൻകര വന്ന് പാട്ടുപാടി ആത്മാവിൽ അങ്ങോട്ട് ബലപ്പെട്ടപ്പോൾ കിണർ പൊങ്ങി വന്നപ്പോൾ ഈ വെള്ളം ഇവര് കുടിച്ചു. ഈ വെള്ളം കുടിച്ചപ്പോൾ ക്ഷീണമെല്ലാം മാറി കാട്ടുപോത്തിന് തുല്യമായ ബലമുണ്ടായി. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ കാട്ടുപോത്തിന് തുല്യ ബലമുള്ള നിനക്ക് ആഭിചാരം പറ്റത്തില്ല. ഞാനൊരു കാര്യം, സഭയിലുള്ള എല്ലാവരും അഭിഷേകം പ്രാപിക്കണം. അമേരിക്ക പോകുന്നവിടെ നിൽക്കട്ടെ, ഗൾഫിൽ പോകുന്ന നിൽക്കട്ടെ, പെങ്കൊച്ചിന്റെ കല്യാണം അതവിടെ നിൽക്കട്ടെ, ചെറുക്കന്റെ ജോലി അതൊക്കെ ദൈവം ചെയ്യുമെന്ന് നീ ആദ്യം ചെയ്യേണ്ടത് അഭിഷേകം പ്രാപിക്കണം. ഞായറാഴ്ച വന്ന് നത്ത് കുത്തിയിരിക്കും പോലെ കുത്തിയിരുന്ന് വെച്ച് പോകുകയല്ല. ഞായറാഴ്ച ഇനി എന്നാ ചെയ്യാന്? എടീ, അഭിഷേകം പ്രാപിക്കേ, ദൈവത്തോട് മുട്ടിപ്പായി പ്രാർത്ഥിക്ക്. ഇത് ദൈവത്തിന്റെ ദാനമാ, ആരുടെ കുത്തകയല്ല. നീ ആത്മനിറവിൽ ആരാധിച്ച് ശക്തിയോടെ ദൈവത്തെ ആരാധിച്ചാൽ ഒരാഭിചാരവും നിനക്ക് പറ്റത്തില്ല. ഒരു ശുദ്രശക്തി നിന്നെ തൊടത്തില്ല. എല്ലാവരും അല്പസമയം പ്രാർത്ഥിച്ചാട്ടെ, കണ്ണടച്ച് പ്രാർത്ഥിച്ചാട്ടെ. എല്ലാവരും പ്രാർത്ഥിക്കാം. ഒന്ന് മിശ്രയും വിടണം. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. 2 വേർപാട് പാലിക്കണം. പ്രൈസ് ദി ലോർഡ്. 3 ദൈവം നിന്റെ കൂടെ ഇരിക്കണം. പ്രൈസ് ദി ലോർഡ്. 4 കാട്ടുപോത്തിന് തുല്യമായ ബലമേറ്റെടുക്കണം. അങ്ങനെയുള്ള നിനക്ക് ഒരാഭിചാരവും പറ്റത്തില്ല. എല്ലാവരും അല്പസമയം ദൈവത്തെ മഹത്വപ്പെടുത്ത്. എല്ലാവരും അല്പസമയം ദൈവത്തെ സ്തുതിക്ക്. ദുഷ്ടശക്തികൾ മാറിപ്പോകട്ടെ. ഓ ശത്രുവിൻ ശക്തികൾ ഓരോ ദിവസവും എറിയുയരുമ്പോൾ, ശത്രുവിൻ ശക്തികൾ ഓരോ ദിവസവും എറിയുയരുമ്പോൾ എന്റെ ശത്രുക്കൾ മുൻപാകെ ഓരോ ദിവസവും മേശയൊരുക്കുന്നു. ഓ എന്റെ ശത്രുക്കൾ മുൻപാകെ ഓരോ ദിവസവും മേശയൊരുക്കുന്നു. ഓ എന്നെ വഴി നടത്തുന്നു, എന്നെ വഴി നടത്തുന്നു. എന്റെ ഈ യാത്രയിൽ എന്നെ നടത്തുന്നു. എന്റെ ഈ യാത്രയിൽ താളടിയാകാതെ എന്നെ നടത്തുന്നു. എന്നെ വഴി നടത്തുന്നു. രോഗമരണങ്ങളോളങ്ങളാൽ എറിയുയരുമ്പോൾ, രോഗമരണങ്ങളോളങ്ങളാൽ എറിയുയരുമ്പോൾ ഓ എന്റെ വിശ്വാസ കപ്പലിൽ താളടിയാകാതെ എന്നെ നടത്തുന്നു. എന്റെ വിശ്വാസ കപ്പലിൽ എന്നെ നടത്തുന്നു. എന്നെ വഴി നടത്തുന്നു. എന്നെ വഴി നടത്തുന്നു. എന്റെ ഈ യാത്രയിൽ താളടിയാകാതെ എന്നെ നടത്തുന്നു. എന്റെ ഈ യാത്രയിൽ എന്നെ നടത്തുന്നു. ഓ എന്നെ വഴി നടത്തുന്നു. സാറാമുകളവർ ഓരോ ദിവസവും പാടി പുകഴ്ത്തുമ്പോൾ, സാറാമുകളവർ ഓരോ ദിവസവും പാടി പുകഴ്ത്തുമ്പോൾ അതിലുന്നതമായ സ്ഥാനങ്ങളിട്ട് എന്നെ നടത്തുന്നു. അതിലുന്നതമായ ഓ എന്നെ നടത്തുന്നു. എന്നെ വഴി നടത്തുന്നു. എന്നെ വഴി നടത്തുന്നു. എന്റെ ഈ യാത്രയിൽ എന്നെ നടത്തുന്നു. എന്റെ ഈ യാത്രയിൽ എന്നെ നടത്തുന്നു. എന്നെ വഴി നടത്തുന്നു. എന്നെ വഴി നടത്തുന്നു. എന്റെ ഈ യാത്രയിൽ എന്നെ നടത്തുന്നു. എന്നെ വഴി നടത്തുന്നു. ഓ ശത്രുവിൻ ശക്തികൾ ഓരോ ദിവസവും ഓ ശത്രുവിൻ ശക്തികൾ ഓരോ ദിവസവും എറിയുമ്പോൾ എന്റെ ശത്രുക്കൾ മുൻപാകെ ഓരോ ദിവസവും എന്റെ ശത്രുക്കൾ മുൻപാകെ ഓരോ ദിവസവും മേശയൊരുക്കുന്നു. എന്നെ വഴി നടത്തുന്നു. എന്നെ വഴി നടത്തുന്നു. എന്റെ
തുല്യമായ ബലം, തുല്യമായ ബലം. ഓ കരമുയർത്തി ഹല്ലേലൂയ പാടാം. ഒരിക്കൽ കൂടി ഹല്ലേലൂയ പാടാം. ഇന്ന് പകലും ഈ രാത്രിയിലും ഈ മാന്യ സഭയിൽ വന്ന് ശുശ്രൂഷിപ്പാൻ ദൈവം കൃപ നൽകി ശുശ്രൂഷയ്ക്ക് ക്ഷണിച്ച ആമേൻ ബഹുമാന്യ കർത്തദാസൻ മോൻസി പാസ്റ്റർക്കും കുടുംബത്തിനും വിശേഷിച്ച് ഈ സഭയിലെ ബഹുമാന്യരായ പ്രിയപ്പെട്ടവർക്കും ആമേൻ മറ്റു കർത്തദാസന്മാർക്കും എല്ലാവർക്കും നന്ദി ചൊല്ലുന്നു. ദൈവം നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിച്ച് ഈ വേലയെ മാനിച്ച് അനേക കുടുംബങ്ങൾ വ്യക്തികൾ ഇവിടെ വന്ന് ആരാധിക്കുകയും വിടുതൽ പ്രാപിക്കുകയും ചെയ്യുവാൻ ഈ ശുശ്രൂഷ മുഖാന്തരം വീണ്ടും ദൈവം കൃപ ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. പതിവിന് വിപരീതമായി ഇന്ന് രാത്രി അല്പസമയം മുൻപോട്ട് പോയി അതറിയാം. എങ്കിലും നിങ്ങൾ ആരും എഴുന്നേറ്റ് പോകാതെ എല്ലാവരും സഹകരിച്ചതിന് വളരെ നന്ദി. വണ്ടിയില്ലാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ, വണ്ടി ചെല്ലുന്ന സ്ഥലമാണെങ്കിൽ എൻ്റെ വണ്ടിയെ നിങ്ങളെ കൊണ്ട് വിടാം. നിങ്ങൾ ചിന്തിക്കുക, അയാൾ പ്രസംഗിച്ചേച്ച് പോയി, ഞങ്ങൾക്ക് ഇനി വീട് പറ്റേണ്ടതാ, ഇവനെല്ലാം കാറെ കയറി പോയാൽ മതി, ഞങ്ങളിനി അത് വേണ്ട. വണ്ടി ചെല്ലുന്ന സ്ഥലമാണെന്ന് എന്നോട് പറഞ്ഞാൽ മതി, വണ്ടിയെ കൊണ്ട് ഞാനും വിടും. മോൻസി പാസ്റ്റർ ക്രമീകരണം ചെയ്യും. അതിന് ഭാരപ്പെടരുത്. അതുകൊണ്ട് അല്പം സമയം പോയെന്നോർത്ത് നിരാശപ്പെട്ടു പോകരുത്. പിന്നെ ഓർക്കുന്ന സമയം, എന്നെയും കുടുംബത്തെയും തിരുവല്ലായിൽ ഒരു കൂട്ടായ്മയുണ്ട്. പ്രിയ ശുഭ പാസ്റ്റർ സഹോദരന്മാര് ഞങ്ങളെല്ലാം ഉണ്ട്. ഓർക്കുന്ന സമയം എളിയവരെയും ശുശ്രൂഷകളെയും കൂട്ടുവേലക്കാരെയും ഓർത്ത് പ്രാർത്ഥിക്കണമെന്ന് ഒരിക്കൽ കൂടി അപേക്ഷിക്കുന്നു. സജി പാസ്റ്റർ വന്നതിൽ വളരെ സന്തോഷം. മറ്റ് കർത്തദാസന്മാർക്കായിട്ടും ദൈവത്തെ സ്തുതിക്കുന്നു. പ്രാർത്ഥനയിൽ പരസ്പരം ഓർക്കാം. കർത്താവിന്റെ വരവിനായിട്ടൊരുങ്ങാം. ഒരു ദോഷവും തട്ടാതെ വണ്ണം ദൈവം